Hello, my dear students. KH from Race. One short series chemistry നാലാമത്തെ ലൈവ് ആണിത്. ഓൾറെഡി 3 ചാപ്റ്ററുകൾ സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, ഇക്വിലിബ്രിയം തുടങ്ങിയ ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യും. പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. കാരണം നിങ്ങൾക്കൊക്കെ വർക്കിൻ്റെ ഇക്വേഷൻസ് അറിയാൻ പറ്റും. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ W = +2.303 nRT log V2/V1 എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ W = +P external × dV എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ലിറ്റർ ATMലായിരിക്കും, ബട്ട് ഓപ്ഷൻ ഉണ്ടാവുക ജൂളിലായിരിക്കും. നിങ്ങൾക്ക് ജൂളിലാണ് കിട്ടുക, ഓപ്ഷൻ ലിറ്റർ ATMലുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള കൺവേർഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, ഒരു ഡെസിമീറ്റർ ക്യൂബാണോ, ഒരു സെന്റിമീറ്റർ ക്യൂബാണോ, ഒരു മീറ്റർ ക്യൂബാണോ ഒരു ലിറ്റർ, അല്ലെങ്കിൽ ഒരു ഡെസിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണ്, ഒരു സെന്റിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണ്, ഒരു ATM എത്ര പാസ്കൽ ആണ്, ഒരു mmHg എത്ര ടോറാണ്, ഒരു ATM എത്ര ടോറാണ്, ആറിൻ്റെ വാല്യൂ എപ്പോഴാണ് 0.021 കൊടുക്കേണ്ടത്, 0.0821 കൊടുക്കേണ്ടത്, ആറിൻ്റെ വാല്യൂ എപ്പോഴാണ് 8.314 കൊടുക്കേണ്ടത്, എപ്പോഴാണ് 1.987 കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ ആ യൂണിറ്റ് കൺവേർഷൻസ് നമ്മൾ തറവാക്കിക്കൊണ്ടാണ് ഈ ചാപ്റ്ററിലേക്ക് കിടക്കുക. സോ നമുക്ക് ആദ്യമായിട്ട് യൂണിറ്റ് കൺവേർഷനിലേക്ക് കിടക്കാം. യൂണിറ്റ് കൺവേർഷൻ, ഓക്കെ, യൂണിറ്റ് കൺവേർഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വോളിയത്തിന്റെ കൺവേർഷൻ ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് കൺവേർഷൻ ഫസ്റ്റ് വോളിയം ആണ്. ഫസ്റ്റ് വോളിയമാണ്, വോളിയം. സോ എല്ലാവരും നോക്കിയോ, വോളിയത്തിന്റെ കൺവേർഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയോ, നിങ്ങൾ ഒരു ക്യൂബിന്റെ വോളിയം ഇങ്ങനെ കാണുക. ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ വോളിയം A³ ആണ്. അല്ലെങ്കിൽ നീളവും വീതിയും ഉയരവും ഗുണിച്ചാൽ നിങ്ങൾക്ക് വോളിയം കിട്ടും, അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. അങ്ങനെയാണെങ്കിൽ 1 ഡെസിമീറ്റർ നീളവും 1 ഡെസിമീറ്റർ വീതിയും 1 ഡെസിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബിന്റെ വോളിയത്തിലായിരിക്കും വോളിയം ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ഇൻറ്റു 1 ഡെസിമീറ്റർ ഇൻറ്റു 1 ഡെസിമീറ്റർ, അല്ലെ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരാണ് എന്ത്? വോളിയം. അങ്ങനെയാണ് നിങ്ങൾ നോക്ക്, 1 ഡെസിമീറ്റർ ക്യൂബ് കിട്ടും. 1 ഡെസിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. 1 ഡെസിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫസ്റ്റ് വോളിയത്തിന്റെ യൂണിറ്റ്. 1 ഡെസിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ. ഇനി ഒരു മീറ്റർ ക്യൂബ് എത്രയാടാ? ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10⁻³ ലിറ്റർ ആണ്, അല്ലെങ്കിൽ 1000 ലിറ്റർ ആണ്. Then 1 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻³ ലിറ്റർ, അല്ലെങ്കിൽ 1 മില്ലി ലിറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. 1 ഡെസിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. 1 ഡെസിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻³ ലിറ്റർ, അല്ലെങ്കിൽ 1 മില്ലി ലിറ്റർ ആണ്. ഇതാണ് വോളിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. അടുത്താണ് പ്രഷറിന്റെ യൂണിറ്റ്. ഡിഫറെന്റ് യൂണിറ്റുകളുണ്ട്. ATM ഉണ്ട്, പാസ്കൽ ഉണ്ട്, ബാർ ഉണ്ട്, mmHg ഉണ്ട്, ടോർ ഉണ്ട്. സോ പ്രഷറിന്റെ യൂണിറ്റ് കൺവേർഷൻസ് നമുക്ക് നോക്കാം. എന്താണ് പ്രഷർ? ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. നിങ്ങൾക്കറിയാം, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയന്റെ മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഇനി ഒരു ATM എത്ര ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആടാ? 1 ATM ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളെ, 1 ATM ഈസ് ഈക്വൽ ടു 1.01325 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 ATM ഈസ് ഈക്വൽ ടു 1.01325 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇതാണ് ഒന്നാമത്തെ കൺവേർഷൻ. ഇനി അടുത്ത് നോക്കിയോ, നിങ്ങൾ അടുത്ത് നോക്കിയോ,
1 Newton per meter square is equal to 1 Newton per meter square is equal to 1 Pascal ആണ്. 1 Newton per meter square is equal to 1 Pascal ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? 1 atm is equal to 1.01325 into 10 raised to 5 Pascal. Clearly, 1 atm is equal to 1.01325 into 10 raised to 5 Newton per meter square. 1 Newton per meter square is equal to 1 Pascal ആണ്. അങ്ങനെ 1 atm is equal to 1.01325 into 10 raised to 5 Pascal വരും. അടുത്ത യൂണിറ്റ് വയ്ക്കോ. അടുത്ത യൂണിറ്റ് ആണ് ബാർ. സോ അടുത്ത കൺവേർഷൻ ആണ് 1 atm is equal to 1.01325 ബാർ ആണ്. 1 atm is equal to 1.01325 ബാർ ആണ്. അടുത്ത യൂണിറ്റ് ആണ് mmHg. ഏതാ യൂണിറ്റ്? mmHg. നോക്കിക്കോ നിങ്ങൾ. 1 atm is equal to 760 mmHg ആണ്. 1 atm is equal to 760 mmHg ആണ്. അടുത്ത യൂണിറ്റ് ചോദിക്കോ. 1 mmHg. 1 mmHg is equal to 1 torr ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 atm is equal to 760 torr. സോ ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ പ്രഷറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ പ്രഷറിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കുക. പ്രഷറിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 atm is equal to 1.01325 into 10 raised to 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 Newton per meter square is equal to 1 Pascal ആണ്. അങ്ങനെയാണെങ്കിൽ 1 atm is equal to 1.01325 into 10 raised to 5 Pascal ആണ്. Then ബാറിലേക്ക് 1 atm is equal to 1.01325 ബാർ ആണ്. Then 1 atm is equal to 760 mmHg ആണ്. ഒരു atm 760 mmHg ആണ്. 1 mmHg is equal to 1 torr ആണ്. അങ്ങനെയാണെങ്കിൽ 1 atm is equal to 760 torr. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ പ്രഷറിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കുക. വോളിയത്തിന്റെ യൂണിറ്റ് കൺവേർഷൻ പഠിച്ചു, പ്രഷറിന്റെ യൂണിറ്റ് കൺവേർഷൻ പഠിച്ചു. അടുത്തായിട്ടാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാണ് ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT ആണ്. അങ്ങനെയാണെങ്കിൽ R is equal to PV divided by NT ആണ്. നിങ്ങൾക്ക് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ മോളാർ വോളിയം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊരു ഗ്യാസിനെയും എസ് ടി പിയിൽ ഏതൊരു ഗ്യാസിനെയും ഒരു മോളിലെടുത്താൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ എന്ന് പഠിച്ചിട്ടില്ലേ? എസ് ടി പിയിൽ ഏതൊരു ഗ്യാസിനെയും ഒരു മോളിലെടുത്താൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എസ് ടി പി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ ആണ്. പ്രഷർ 1 atm ആണ്. എസ് ടി പിയിൽ ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ്, പ്രഷർ 1 atm ആണ്. നമ്പർ ഓഫ് മോൾസ് n എത്രയാ? n 1 മോൾ ആക്കി എടുത്താൽ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. R is equal to PV divided by NT. P എത്ര? പ്രഷർ 1 atm ആക്കി എടുത്ത് വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ഡിവൈഡഡ് ബൈ n എത്രയാണ്? 1 മോൾ ആണ്. ദെൻ ടെമ്പറേച്ചർ എത്രയാ? 273 കെൽവിൻ. ഇത് നിങ്ങൾ ചെയ്താൽ 0.0821 കിട്ടും. യൂണിറ്റ് എന്താ? മേലെ ലിറ്റർ ഉണ്ട്, atm ഉണ്ട്, താഴെ മോള് മുകളിൽ പോകുമ്പോൾ മോൾ ഇൻവേഴ്സ് ആയി, കെൽവിൻ മുകളിൽ പോകുമ്പോൾ കെൽവിൻ ഇൻവേഴ്സ് ആയി. സോ 0.0821 ലിറ്റർ atm, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. ഇതാണ് ആറിന്റെ ഒന്നാമത്തെ വാല്യൂ. ലിറ്റർ atm, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സിൽ ആറിന്റെ വാല്യൂ ആണ് 0.0821. ഇനി പറ, ഒരു ലിറ്റർ atm എത്ര ജൂളാടാ? ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരത്തിലുള്ള കൺവേർഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട്. ലിറ്റർ atm ഉള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ആൻസർ ജൂൾ ഉണ്ടാവുക. ഒരു ലിറ്റർ atm എത്ര ജൂളാടാ? 1 ലിറ്റർ atm ഈസ് ഈക്വൽ ടു 101.3 ജൂള. ഒരു ലിറ്റർ atm എന്ന് പറഞ്ഞാൽ 101.3 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 0.0821 ലിറ്റർ atm എത്ര ജൂളായിരിക്കും? അതിന് നിങ്ങൾ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് 8.314 കിട്ടും. ഒരു ലിറ്റർ atm എന്ന് പറഞ്ഞാൽ 101.3 ജൂള. അങ്ങനെയാണെങ്കിൽ 0.0821 ലിറ്റർ atm എത്ര ജൂളായിരിക്കും? 0.0821 ഇൻറ്റു 101.3 8.314 കിട്ടും. ജൂൾ, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. ഇതാണ് ആറിന്റെ ജൂളിലുള്ള വാല്യൂ. എന്തിനുള്ള വാല്യൂ? ജൂളിലുള്ള വാല്യൂ.
ഇനി നമുക്ക് കലോറിയിലേക്ക് മാറ്റാം. 1 കലോറി ഈസ് ഈക്വൽ ടു 4.184 ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.184 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ കലോറിയിൽ പറഞ്ഞാൽ 1.987 കലോറി കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് കിട്ടും. നിങ്ങൾക്കിതിനെ 2 എന്ന് റൗണ്ട് ചെയ്ത് ആൻസറിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഇതാണ് ആറിന്റെ യൂണിറ്റുകൾ. ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണെങ്കിൽ ആറിന്റെ വാല്യൂ 0.0821. ഇനി ജൂളിലാണെങ്കിൽ ആറിന്റെ വാല്യൂ 8.314, കലോറിയിലാണെങ്കിൽ ആറിന്റെ വാല്യൂ 1.987 അല്ലെങ്കിൽ 2, അറൗണ്ട് 2. ക്ലിയർ അല്ലേ? ഇവിടെ പഠിച്ചു നോക്കേണ്ട മറ്റൊരു കാര്യം, 1 ലിറ്റർ ATM ഈസ് ഈക്വൽ ടു 101.3 ജൂൾ ആണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.184 ജൂൾ ആണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.184 ജൂൾ ആണ്. അതും നിങ്ങൾ പഠിച്ചു വെക്കണം. സോ യൂണിറ്റ് കൺവേർഷൻസ് ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. വോളിയത്തിന്റെ കൺവേർഷൻ, പ്രഷറിന്റെ കൺവേർഷൻ, ദെൻ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ആറിന്റെ വാല്യൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? റെഡി? ഇനി നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. തുടക്കത്തിൽ കുറച്ച് തിയറി ഭാഗങ്ങളാണ് നിങ്ങൾക്കുള്ളത്. വളരെ സിമ്പിൾ ആണ്, വായിച്ചു പോകാൻ വേണ്ടി സാധിക്കും. ഈ ഭാഗം ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം, ദെൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി, റിവേഴ്സിബിൾ പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, ഈ ഭാഗത്തു നിന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം 2023 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ആളുകളാണെങ്കിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം 2023 നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ, പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീൻ്റെ എക്സാമ്പിൾ, ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സോ ഈ ഭാഗം നമുക്കൊന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. സോ എന്താണ് സിസ്റ്റം എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ സിസ്റ്റം? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് സിസ്റ്റം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക, ഒന്നുകിൽ നിങ്ങളെ ലാപ്ടോപ്പിനകത്തുള്ള എൻ്റെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള എൻ്റെ ക്ലാസ് ആയിരിക്കും. മൊബൈൽ ഫോണിൽ നിന്നാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെങ്കിൽ ആ മൊബൈൽ ഫോണാണ് ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റം. നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ആ ലാപ്ടോപ്പാണ് നിങ്ങളുടെ സിസ്റ്റം. സോ എന്താണോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് അതാണ് സിസ്റ്റം. ഞാൻ ഈ പെൻ ഒബ്സർവ് ചെയ്താൽ പെന്നാണ് സിസ്റ്റം. സോ നിങ്ങൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അതാണ് എന്ത്? സിസ്റ്റം. സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. ഇനി എന്താ സറൗണ്ടിങ്? സിസ്റ്റം ഒഴികെയുള്ള യൂണിവേഴ്സിന്റെ ബാക്കി ഭാഗമാണ് എന്ത്? സറൗണ്ടിങ്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഒഴികെയുള്ള യൂണിവേഴ്സിന്റെ ബാക്കി ഭാഗം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ബൗണ്ടറി. എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് സെപ്പറേറ്റ് സിസ്റ്റം ഫ്രം സറൗണ്ടിങ്. സിസ്റ്റത്തിന് സറൗണ്ടിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിന്റെ പാർട്ടാണ് എന്ത്? ബൗണ്ടറി. ബൗണ്ടറി മേ ഓർ മേ നോട്ട് ബി ഡെഫിനിറ്റ് ബൗണ്ടറി. ഡെഫിനിറ്റ് ബൗണ്ടറി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നോ പ്രോബ്ലം. ഇനി ബൗണ്ടറിന്റെ ബേസിൽ നമുക്ക് സിസ്റ്റത്തിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് ഓപ്പൺ സിസ്റ്റം? ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, മാറ്ററും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, രണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരം സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം. സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ ബൗണ്ടറി ഉണ്ടാവില്ല. ബൗണ്ടറി ഈസ് ഇമേജിനറി. ബൗണ്ടറി എന്തായിരിക്കും? നോ ഡെഫിനിറ്റ് ബൗണ്ടറി അല്ലെങ്കിൽ ഇമേജിനറി ബൗണ്ടറി ആയിരിക്കും ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ. രണ്ടാമതാണ് ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? സിസ്റ്റത്തിന് സറൗണ്ടിങ്ങിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ബട്ട് മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി, ഓൺലി ഹീറ്റ്, ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കടാ, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂലേ, ഹീറ്റിനെ സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂലേ. സോ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം എന്ത്? ബൗണ്ടറി. ബൗണ്ടറി ഈസ് എ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ക്ലിയർ അല്ലേ? ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഡെഫിനിറ്റ് ബൗണ്ടറി ഉണ്ടാവും, ആ ബൗണ്ടറി ഹീറ്റിന്റെ കണ്ടക്ടർ ആയിരിക്കും. ക്ലിയർ? അടുത്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, മാറ്ററിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് നെയ്തർ എനർജി നോർ മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്. സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല, മാറ്ററിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക.
ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിലും ബൗണ്ടറി ഡെഫിനിറ്റ് ആണ്. പക്ഷെ ബൗണ്ടറി എന്തിനെ കണ്ടക്ട് ചെയ്യാൻ പാടില്ല? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. അതായത് അഡിയബാറ്റിക് ബൗണ്ടറി ആയിരിക്കും. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂല. അഡിയബാറ്റിക് ബൗണ്ടറി ആയിരിക്കും ആർക്ക്? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്. ക്ലിയർ അല്ലേ? ആ ബൗണ്ടറിന്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ ഇമാജിനറി ബൗണ്ടറി ആണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ ബൗണ്ടറി ഡെഫിനിറ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ബൗണ്ടറി എന്തായിരിക്കണം? അഡിയബാറ്റിക് ബൗണ്ടറി ആയിരിക്കണം. ബൗണ്ടറി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, അത്രയേ ഉള്ളൂ. അടുത്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് ഉൾപ്പെടെയുള്ള മെഷറബിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ, കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് വിളിക്കുക. എന്താ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷൻ ആണ്. ഇങ്ങനെ നമ്മൾ കണ്ടീഷൻ പറയുക, ആ സിസ്റ്റത്തിന്റെ പ്രഷർ ഇത്രയാണ്, ടെമ്പറേച്ചർ ഇത്രയാണ്, ആ സിസ്റ്റത്തിന്റെ വോളിയം ഇത്രയാണ്, ആ സിസ്റ്റത്തിനകത്ത് ഇത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. ഇങ്ങനെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മെഷറബിൾ പ്രോപ്പർട്ടീസ്. ക്ലിയർലേ? അടുത്താണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഈ ഭാഗത്ത് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എക്സാമ്പിളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുക. സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ, പാത്ത് ഫംഗ്ഷന്റെ എക്സാമ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പാത്ത് ഫംഗ്ഷൻ? സോ വളരെ സിമ്പിൾ ആണ്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സിമ്പിൾ അല്ലേ? ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി. നിങ്ങൾ ആരും സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നോക്കിക്കോളെ, കാരണം നോക്കിക്കോ. അടുത്തതാണ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്താ? പാത്ത് ഫംഗ്ഷൻ the physical properties that depends on path followed by the system. സിസ്റ്റം കടന്നു പോകുന്ന വഴികളെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? പാത്ത് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും, ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സിസ്റ്റം കടന്നു പോകുന്ന പാത്തിനെ ആകമാനം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷന് രണ്ട് എക്സാമ്പിളേ ഉള്ളൂ, ഹീറ്റും വർക്കും. ആര്? പാത്ത് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആരാ? ഹീറ്റും വർക്കും. ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറയാം, ഹീറ്റ് കപ്പാസിറ്റി. ആക്ച്വലി ഹീറ്റ് കപ്പാസിറ്റി എന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ് എന്ത്? ഹീറ്റ് കപ്പാസിറ്റി. സോ ഹീറ്റും വർക്കും ഹീറ്റ് കപ്പാസിറ്റിയുമാണ് എന്ത് ഫംഗ്ഷൻ? പാത്ത് ഫംഗ്ഷൻ. ബാക്കി എല്ലാ ആളുകളും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഹീറ്റ്, വർക്ക്, ഹീറ്റ് കപ്പാസിറ്റി, പാത്ത് ഫംഗ്ഷൻ. ബാക്കി എല്ലാ ആളുകളും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ അങ്ങനെ നിങ്ങൾ ഓർമ്മിച്ചു പോവുക. എക്സാമ്പിൾ അങ്ങനെ നിങ്ങൾ ഓർമ്മിച്ചു പോവുക. സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെയും പാത്ത് ഫംഗ്ഷൻ്റെയും എക്സാമ്പിൾ നിങ്ങൾ ഓർമ്മിച്ചു പോവുക. അടുത്തതാണ് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. ഒരു പോയിന്റ് കൂടെ പറയാം. സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ, എന്ത് പ്രോസസ്സിന്റെ കേസിൽ? സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സ് എന്താണ്? സൈക്ലിക് പ്രോസസ്സ് എ സിസ്റ്റം ആഫ്റ്റർ എ സീരീസ് ഓഫ് ചേഞ്ചസ് റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ഒരു സിസ്റ്റത്തിന് എന്തൊക്കെയോ സംഭവിച്ച് അവസാനം അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അതാണ് സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ 0 ആയിരിക്കും. സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? കാരണം സൈക്കിൾ പ്രോസസ്സിന്റെ കേസിൽ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിമാ. സോ ചേഞ്ച് 0 വരും. സൈക്കിൾ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ 0 ആയിരിക്കും. അടുത്താണ് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്? എന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ്? മനസ്സിലാക്കി വെക്കണം. A process is said to be reversible process if it carried out very slowly, in which driving force is slightly higher than opposing force. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇതൊരു മലയാണ്. സോ സൂര്യനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മലയായിട്ട് തോന്നുന്നുണ്ടാവും. സോ ഒരു മലയാണ്. ഒരു മലയിൽ നിങ്ങൾ വലിയൊരു പാറ ഉരുട്ടിക്കൊണ്ടുവന്ന്, എന്തുരുട്ടിക്കൊണ്ടുവന്ന്? പാറ ഉരുട്ടിക്കൊണ്ടുവന്ന്. ഇത് ഓർമ്മയിൽ വെച്ചാൽ നിങ്ങൾക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടി സാധിക്കും.
ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ ഇതൊരു മനുഷ്യനാന്നേ, നിങ്ങളൊരു ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കുന്നത് ഓർമ്മിച്ചാൽ മതി. ഇത് രണ്ടും ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു വലിയ പാറ റോക്ക് ഒരു മലയിലേക്ക് ഉരുട്ടിക്കൊണ്ടു പോകുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സായിട്ടും ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ നോക്ക്, നിങ്ങളൊരു മലയുടെ മുകളിലേക്ക് പാറ ഉരുട്ടിക്കൊണ്ടുപോകാൻ എളുപ്പത്തിൽ കഴിയോ? പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉന്തിപ്പോകാൻ പറ്റുമോ? ഇല്ല. പാറ ഒറ്റയടിക്ക് നിങ്ങൾക്ക് തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂല. വളരെ സ്ലോ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് പാറ മലയുടെ മുകളിലേക്ക് തള്ളി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ. സോ വളരെ സ്ലോ പ്രോസസ്സാ. സോ എ റിവേഴ്സിബിൾ പ്രോസസ്, എ പ്രോസസ് ഈസ് സെഡ് ടു ബി റിവേഴ്സിബിൾ പ്രോസസ് ഇഫ് ഇറ്റ് ക്യാരിഡ് ഔട്ട് വെരി സ്ലോലി. പാറ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഫോഴ്സാ? ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ആ പാറ നിങ്ങളിലേക്ക് തിരിച്ച് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏത് ഫോഴ്സാ? ഒപ്പോസിങ് ഫോഴ്സ് ആണ്. പാറ തള്ളിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫോഴ്സ് ഡ്രൈവിംഗ് ഫോഴ്സ്, തിരിച്ച് പാറ നമ്മുടെ മേലിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒപ്പോസിങ് ഫോഴ്സ്. നോക്കൂ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാറ ഉന്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഡ്രൈവിംഗ് ഫോഴ്സ് വളരെ കൂടുതലല്ല. ഡ്രൈവിംഗ് ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉന്തിക്കൊണ്ടുപോകാൻ പറ്റൂലേ? പക്ഷെ പെട്ടെന്ന് ഉന്തിക്കൊണ്ടുപോകാൻ പറ്റൂല. കാരണം എന്താ? ഡ്രൈവിംഗ് ഫോഴ്സ് ഒപ്പോസിംഗ് ഫോഴ്സിനേക്കാൾ കുറച്ച് മാത്രമേ അധികം ഉണ്ടാവും. ഡ്രൈവിംഗ് ഫോഴ്സ് വെരി വെരി ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് പാറ എളുപ്പത്തിൽ മലയിലെ മുകളിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അങ്ങനെ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം എന്താ? നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് ഒപ്പോസിംഗ് ഫോഴ്സിനേക്കാൾ കുറച്ച് മാത്രമേ അധികം ഉണ്ടാവും. So a process is said to be reversible process if it carried out very slowly, in which driving force is slightly higher than opposing force. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊരു പോയിന്റ്, നിങ്ങളിപ്പോൾ ഒരു വലിയ നല്ല ഭാരമുള്ളൊരു പാറ മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കുറച്ചുരുട്ടി വിശ്രമിച്ച്, കുറച്ച് തള്ളി വിശ്രമിച്ച്, അങ്ങനെയല്ലേ പറ്റൂ. സോ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റെപ്പുകൾ ഉണ്ടാവും. സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല, കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക. സോ എ പ്രോസസ് ഈസ് സെഡ് ടു ബി റിവേഴ്സിബിൾ പ്രോസസ് ഇഫ് ഇറ്റ് carried out slowly, in which driving force is slightly higher than opposing force and it consists of large number of steps. ഇനി എന്താ ഇറിവേഴ്സിബിൾ പ്രോസസ്? ഒരു ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കുന്നത് സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണോ? അല്ല. സോ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താ? ഇറിവേഴ്സിബിൾ പ്രോസസ് it take place rapidly. A process is said to be irreversible process if it carried out rapidly. നിങ്ങൾ ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കുന്ന ആ ഡ്രൈവിംഗ് ഫോഴ്സ് വളരെ കൂടുതലല്ലേ? അതുകൊണ്ടല്ലേ ഫുട്ബോൾ തെറിച്ചു പോന്നേ. സോ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് വെരി വെരി ഹയർ ദാൻ ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കുന്നതിന് കുറേ സ്റ്റെപ്പ് ഉണ്ടോ? ഇല്ല. ഒറ്റയടിക്ക് തെറിച്ചു പോകൂലേ? സോ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും. അങ്ങനെ ഓർമ്മിച്ചു പോവുക. So a process is said to be irreversible process if it carried out rapidly, in which driving force is very higher than opposing force. It consists of single step. അങ്ങനെ ഓർമ്മിച്ച് വെച്ച് പോവാ. ക്ലിയർ അല്ലേ? സോ റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പറയണം. എ പ്രോസസ് ഈസ് സെഡ് ടു ബി റിവേഴ്സിബിൾ പ്രോസസ് ഇഫ് ഇറ്റ് carried out slowly, in which driving force is slightly higher than opposing force. It consists of multiple steps. It consists of several steps. Clearly, in the irreversible process, a process is said to be irreversible process if it carried out rapidly, in which driving force is very higher than opposing force. It consists of single step. ആ കാര്യം ഓർമ്മിച്ച് വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റിവേഴ്സിബിൾ പ്രോസസ്സ് ഒരു ഐഡിയൽ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് ഒരു ഐഡിയൽ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് സിസ്റ്റം ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് ആയിരിക്കും. ക്ലിയർലേ? അടുത്തൊരു പോയിന്റ്, വർക്ക് ഡൺ ബൈ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് മാക്സിമം. റിവേഴ്സിബിൾ പ്രോസസ്സിലാണ് വർക്ക് മാക്സിമം ഉണ്ടാവുക. വർക്ക് ഡൺ ബൈ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് മാക്സിമം. പാറ ഉരുട്ടിക്കൊണ്ടുപോകാനാണോ കുറേ വർക്ക് ചെയ്യേണ്ടത്? ഫുട്ബോൾ ചവിട്ടി തെറിപ്പിക്കാനോ? പാറ ഉരുട്ടിക്കൊണ്ടുപോകാനല്ലേ? സോ വർക്ക് ഡൺ ബൈ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് മാക്സിമം. ഇനി അടുത്തൊരു പോയിന്റ്, എല്ലാ നാച്ചുറൽ പ്രോസസ്സും, നാച്ചുറലി സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സും, ഓൾ നാച്ചുറൽ പ്രോസസ് ഇറിവേഴ്സിബിൾ ആണ്. എല്ലാ നാച്ചുറൽ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. സോ ഇത്രയും ഡിഫറൻസുകൾ നിങ്ങൾ ആ ഭാഗത്ത് പഠിച്ചു പോവുക.
ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷൻ്റെയും എക്സാമ്പിൾ, അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് ഇറിവേഴ്സിബിൾ പ്രോസസ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെയും എക്സാമ്പിളാ. എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ, മാസിന അല്ലെങ്കിൽ സൈസിന, ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ സിസ്റ്റം. ക്ലിയർലേ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ ആണ് മാസ്, ലെങ്ത്, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ഹീറ്റ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി ഒക്കെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ ആണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? പറയേണ്ട ആവശ്യമുണ്ടോ? പേര് തന്നെ ഉണ്ട്, ഇൻറ്റൻസീവ്, ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡ് ചെയ്യൂല. സോ ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ, മാസിന, സൈസിന ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ quantity of matter present in a system, അല്ലെങ്കിൽ the properties which do not depends on quantity of matter or mass or size. മാസിന, സൈസിന, ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എന്താ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ? പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, കോൺസെൻട്രേഷൻ, EMF, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിളാ. ഒരു പോയിന്റ് കൂടെ പറയാം. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി ഒക്കെ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാ, വോളിയം ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാ. സോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയോട് ഡിവൈഡ് കിട്ടുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം മറ്റൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പ്രയാസമില്ലാലോ. സോ ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ക്ലിയർലേ? മുഴുവൻ എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലിയർലേ? അങ്ങനെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അതാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ? ഒരു സിസ്റ്റം എപ്പോഴാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക? ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ക്ലിയർലി? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ഇറ്റ് ഷുഡ് ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുമാണെങ്കിൽ ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നിങ്ങളൊരു ചൂട് ചായ പാത്രം നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് തണിഞ്ഞു പോകും. കാരണം ചൂട് കൂടിയ, ചൂട് കൂടിയ ഭാഗത്തു നിന്ന് ചൂട് കുറഞ്ഞ, ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തിലേക്ക് ഹീറ്റ് പോകില്ലേ? ചൂട് ചായക്ക് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. സറൗണ്ടിങ്, നിങ്ങളുടെ റൂമിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ടെമ്പറേച്ചർ കൂടിയ ചായയിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റിങ്ങിനെ ട്രാൻസ്ഫർ ചെയ്യും. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചായയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറും ഈക്വൽ ആവും. ആ സമയത്ത് ഹീറ്റ് പുറത്തേക്കും അകത്തേക്കും പോകില്ല. ആ സ്റ്റേറ്റ് ആണ് തെർമൽ ഇക്വിലിബ്രിയം. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ സിസ്റ്റം ഇൻക്ലൂഡിങ് സറൗണ്ടിങ്. സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം when temperature remains constant throughout the system including surrounding. ഇനി എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നോ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ ബൈ ദ സിസ്റ്റം. നിങ്ങൾ സിസ്റ്റത്തിലേക്കും വർക്ക് ചെയ്യുന്നില്ല, സിസ്റ്റം സറൗണ്ടിങ്ങിലേക്കും വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും നെറ്റ് വർക്ക് ഡൺ 0 ആണെങ്കിൽ ആ സ്റ്റേറ്റിനാണ് നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. എന്താ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓർ ഓൺ ദ സിസ്റ്റം 0 ആയിരിക്കും.
എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിന്റെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിന്റെ നമ്പർ ഓഫ് മോൾസിന് കോമ്പോസിഷന് യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ അത് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. സോ ക്ലിയർ അല്ലേ? ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എന്താ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്താ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നെറ്റ് വർക്ക് ഡൺ 0 ആയിരിക്കും. എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. അടുത്ത നോക്കിയോ നിങ്ങൾ, അടുത്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്, ഒന്നും പഠിക്കാനില്ല. രണ്ട് സിസ്റ്റം, എ എന്നുള്ള ഒരു സിസ്റ്റം സി എന്നൊരു സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ബി എന്നുള്ള മറ്റൊരു സിസ്റ്റവും സി എന്നുള്ള സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എയും ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയും ബിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് എന്ത് ലോ? സീറോത്ത് ലോ ഓഫ് thermodynamics. If two systems A and B are separately in thermal equilibrium with the third system C, then system A and B are in thermal equilibrium with each other. A C ആയിട്ട് thermal equilibrium ആണ്, ബിയും സിയും ആയിട്ട് thermal equilibriumത്തിലാണ്. അങ്ങനെ എയും ബിയും പരസ്പരം thermal equilibriumത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് തെർമോമീറ്റർ എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർലേ? അങ്ങനെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ, ശ്രദ്ധിച്ചോളെ, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള ഹീറ്റ് ആണ് എന്ത്? ഹീറ്റ് കപ്പാസിറ്റി. സോ എന്താ ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് എന്ത്? ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡി ടി. ആന്ന് ക്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. ആന്ന് ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ ഇതാണ് ഹീറ്റ് കപ്പാസിറ്റിന്റെ ഇക്വേഷൻ. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള ഹീറ്റ് ആണ് ഹീറ്റ് കപ്പാസിറ്റി. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം. ഒരു സബ്സ്റ്റൻസ് എന്ന് പറയാൻ പാടില്ല. ഒരു ഗ്രാം സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസ് നിന്ന് ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. So the specific heat capacity, it is the amount of heat required to rise temperature of 1 gram അല്ലെങ്കിൽ 1 kilogram അല്ലെങ്കിൽ 1 unit mass of a substance by 1 unit. ഒരു കിലോഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഡി ടി. എം മാസ് ആണ്. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി അടുത്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? പേര് തന്നെയില്ലേ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ, ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് എന്ത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. എന്താ മോളാർ ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 mole of a substance by 1 unit. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഹീറ്റ് ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൻ ഡി ടി വരിക. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. സോ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്നും എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നും എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഹീറ്റ് ആണ് ഹീറ്റ് കപ്പാസിറ്റി. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡി ടി. ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഹീറ്റ് ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി.
ക്ലിയർലി? ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. അന്നാണ് സി പി ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അന്നാണ് സി വി ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പിയും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. മേയേഴ്സ് റിലേഷൻഷിപ്പിനെ പോലെ തന്നെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനും നമുക്കിവിടെ കിട്ടും. ഈ മേയേഴ്സ് റിലേഷൻ പഠിക്കുന്ന സമയത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നോക്കിക്കോ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പിയും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനിടയിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും, അതും പ്രധാനമാണ്. ക്ലിയർലി? സോ നിങ്ങൾക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൻ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വി ഈസ് ഈക്വൽ ടു ക്യൂ വി ഡിവൈഡ് ബൈ എൻ ഡി ടി. അന്നടെ ക്യൂ വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത്? ക്യൂ വി. എന്താ ക്യൂ വി? ക്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. ക്യൂ വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്തിന് ഈക്വല? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് ഈക്വല. സോ ക്യൂ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ക്യൂ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. വേർ ഡെൽറ്റ യു എന്താ? internal energy change ആണ്. ക്ലിയർലി? സോ C is equal to Q by NDT, heat capacity at constant volume CV is equal to QV divided by NDT, where QV is the heat transferred at constant volume which is equal to change in internal energy delta U ആണ്. സോ CV എന്ത് വരും? CV is equal to QV എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ആണ് ഡിവൈഡ് ബൈ എൻ ഡി ടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡി ടി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡി ടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡി ടി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർലി? അത് കിട്ടിക്കഴിഞ്ഞ് അടുത്ത് വയ്ക്കും നിങ്ങൾ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഡി ടി അല്ലേ? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൻ ഡി ടി. ഇനി നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പറയാം. എന്താ സി പി? സി പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പി ഈസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ പി ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി അല്ലെങ്കിൽ എൻ ഡി ടി വരും. അന്നട ക്യൂ പി എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ്. ക്യൂ പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. എന്താ ക്യൂ പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? എൻതാൽപ്പി എന്ന് വിളിക്കുക. സോ ക്യൂ പി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എച്ച് ആണ് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. സോ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ക്യൂ പി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച്. സോ ഇക്വേഷൻ എന്ത് വരും? സി പി ഈസ് ഈക്വൽ ടു ക്യൂ പി ഡിവൈഡ് ബൈ എൻ ഡി ടി. ക്യൂ പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ചേഞ്ചിന് എൻതാൽപ്പി ആണ് ഡിവൈഡ് ബൈ എൻ ഡി ടി. അങ്ങനെ ഇക്വേഷൻ എന്ത് വരും? എൻതാൽപ്പി ചേഞ്ച്. എന്ത് ചേഞ്ച്? എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എൻ സി പി ഡി ടി. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എൻ സി പി ഡി ടി. internal energy change delta U is equal to NCVDT. Enthalpy change delta H is equal to NCPDT. രണ്ട് ഇക്വേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഇതാണ് റിലേഷൻഷിപ്പ്. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ചും ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധമാണ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ചിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എച്ചിന് വരെ നമുക്ക് എൻ സി പി ഡി ടി കൊടുക്കാം ഈക്വൽ ടു ഡെൽറ്റ യുവിന് വരെ എന്ത് കൊടുക്കാം? ഡെൽറ്റ യുവിന് വരെ നമുക്ക് എൻ സി വി ഡി ടി കൊടുക്കാം പ്ലസ്
പി ഡെൽറ്റ വി ഉണ്ട്. നിങ്ങൾക്ക് എന്തറിയാം? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ പി ഡെൽറ്റ വി എന്ത് വരും? എൻ ആർ ഡെൽറ്റ ടി എന്ന് വരും. ക്ലിയർ അല്ലേ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. സോ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി വരും. സോ ഡെൽറ്റ ടിയും എന്നും ക്യാൻസലായി. സോ എന്ത് വരും? സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ, അല്ലെങ്കിൽ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ ആണ്. this equation is for എന്താണ്? 1 mole ആണ്. for n mole Cp minus Cv is equal to nr. ഈ റിലേഷൻഷിപ്പ് ആണ് മേയേഴ്സ് റിലേഷൻ. സോ മേയേഴ്സ് റിലേഷൻ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ Cp യും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം Cv യും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മേയേഴ്സ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതോടൊപ്പം തന്നെ Cp minus Cv is equal to r for n number of moles Cp minus Cv is equal to nr. അത് പഠിക്കുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു is equal to ncv/dt. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എൻ സി പി ഡി ടി. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അതാണ് ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി? എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ എനർജികളുടെയും സമ്മാണ് ഇന്റേണൽ എനർജി. ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ എനർജികളും കൂട്ടിയാൽ നിങ്ങൾക്ക് ഇന്റേണൽ എനർജി കിട്ടും. അതൊരു സിസ്റ്റത്തിനകത്തുള്ള ട്രാൻസ്ലേഷൻ എനർജി, റൊട്ടേഷൻ എനർജി, വൈബ്രേഷൻ എനർജി, ബോണ്ടിങ് എനർജി, ന്യൂക്ലിയർ എനർജി, ഇങ്ങനെ ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ എനർജികളും നിങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന എനർജിയാണ് എന്ത്? ഇന്റേണൽ എനർജി. സോ എന്താ ഇന്റേണൽ എനർജി? സം ഓഫ് ഓൾ എനർജീസ് പ്രസന്റ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ എനർജികളുടെയും സമ്മാണ് ഇന്റേണൽ എനർജി. സോ ഇന്റേണൽ എനർജി U is equal to U translational plus U rotational plus U vibrational plus U bonding plus U electron plus U nuclear. സോ എല്ലാ എനർജികളും കൂട്ടിയാൽ കിട്ടുന്ന എനർജിയാണ് എന്ത്? ഇന്റേണൽ എനർജി. ക്ലിയർ അല്ലേ? സോ ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പഠിച്ചല്ലേ? നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാ. ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലേ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ ഇന്റേണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇന്റേണൽ എനർജി ആണ്. ആ കാര്യം കൂടെ ഓർമ്മിച്ച് നോക്കുക. അടുത്തൊരു പോയിന്റ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ കാണാറുള്ള ഒരു പോയിന്റ് ആണ്. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിന്, ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. For a gas, if internal energy is directly proportional to absolute temperature, then the gas is termed as ideal gas. അല്ല നമുക്ക് എന്താ പറയാം? ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സിമ്പിൾ അല്ലേ? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ കാണാം. ആ സമയത്ത് നിങ്ങൾ അന്താളിച്ച് നിൽക്കരുത്, ആൻസർ പറയണം. ഒരു സിസ്റ്റത്തിനകത്തുള്ള എല്ലാ എനർജികളുടെയും സമ്മാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാണാൻ ഫൈനൽ ഇന്റേണൽ എനർജിയിൽ നിന്ന് ഇനീഷ്യൽ ഇന്റേണൽ എനർജി കുറച്ചാൽ മതി. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെൽവിൻ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? റെഡി? അടുത്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതൊക്കെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പഠിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ ലോ ഓഫ് എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ ലോ ആണ് എന്ത്? ഫസ്റ്റ് ലോ. അതായത് എനർജിയെ നിങ്ങൾക്ക് നിർമ്മിക്കാനോ സാധിക്കൂല, നശിപ്പിക്കാനോ സാധിക്കൂല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഇതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചാലേ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, can be converted from one form to another form. അല്ലെ നമുക്ക് എന്ത് പറയാം? ഈ യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും ഒരേതായിരിക്കും. ദ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലോനെ പറയാം. അല്ലെ നമുക്ക് എന്ത് പറയാം? സിസ്റ്റത്തിൽ നിന്ന് ഒരു എമൗണ്ട് എനർജി നഷ്ടപ്പെട്ടാൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി എവിടെ ഫോം ചെയ്യും?
സറൗണ്ടിങ്ങിൽ ഫോം ചെയ്യും. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സിസ്റ്റത്തിൽ നിന്ന് എനർജി കുറഞ്ഞാൽ ആ എനർജി എവിടെ ഫോം ചെയ്യും? സറൗണ്ടിങ്ങിൽ ഫോം ചെയ്യും. അപ്പം ടോട്ടൽ യൂണിവേഴ്സിൻ്റെ എന്തായി മാറി? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടേമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലോ പഠിക്കാം. എല്ലാവരും നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുക. ഒന്നുമില്ലാലും ഫസ്റ്റ് ലോ എനർജി കൺസർവേഷൻ ലോ ആണ്. എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിസ്റ്റത്തിൽ നിന്ന് ഒരു എമൗണ്ട് എനർജി നഷ്ടപ്പെട്ടാൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി സറൗണ്ടിൽ അപ്പിയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് എന്താവും? കോൺസ്റ്റൻ്റ് ആവും. ആ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ചേക്കുക. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരിക? എല്ലാവരും നോക്കിക്കോ. ഞാൻ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ടാവും അല്ലേ? ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്, ആ സിസ്റ്റത്തിനൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ക്യൂ എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഫസ്റ്റ് ലോ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ തിയറി കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത ഉടൻ നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ച പ്രീവിയസ് ഇയർ 2016, 2017, 2018, 2019 ചോദിച്ച പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും തിയറി പാർട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടി സാധിക്കും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഈ വീഡിയോ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് തിയറി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അവസാനമുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പഠിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 2024 വരുന്ന നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? സോ ഞാൻ ഒരു സിസ്റ്റം എടുത്ത് ആ സിസ്റ്റത്തിനൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആ സിസ്റ്റത്തിലേക്ക് തന്നെ ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്കും ഞാൻ അപ്ലൈ ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ഡണ്ണിൻ്റെയും സം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ആൻഡ് വർക്ക് ഡൺ ഡബ്ല്യു. സോ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ഡണ്ണിൻ്റെയും സമ്മാണ് എന്ത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ആൻഡ് വർക്ക് ഡൺ ഡബ്ല്യു. അടുത്ത കൺഫ്യൂഷൻ, എപ്പോഴാണ് ക്യൂ പോസിറ്റീവ് ആവുക? എപ്പോഴാണ് ക്യൂ നെഗറ്റീവ് ആവുക? എപ്പോഴാണ് ഡബ്ല്യു പോസിറ്റീവ് ആവുക? എപ്പോഴാണ് ഡബ്ല്യു നെഗറ്റീവ് ആവുക? ക്ലിയർലി? ആ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആ സംശയത്തിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ ഇപ്പം ക്ലിയർ ചെയ്യുന്നതാണ്. സോ എപ്പോഴാണ് ക്യൂ പോസിറ്റീവ് ആവുക? എപ്പോഴാണ് ക്യൂ പോസിറ്റീവ് ആവുക? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം സറൗണ്ടിങ് ടു സിസ്റ്റം. സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ ഹീറ്റ് ക്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി എപ്പോഴാണ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ക്യൂ നെഗറ്റീവ് ആവുക? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പുറത്തേക്കാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ ക്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം സറൗണ്ടിങ് ടു സിസ്റ്റം, സിസ്റ്റത്തിലേക്കാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ ക്യൂ പോസിറ്റീവ് ആയിരിക്കും. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ ക്യൂ നെഗറ്റീവ് ആയിരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത വർക്ക്, എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആവുക? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ കംപ്രഷൻ വർക്കാണെങ്കിൽ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, നിങ്ങൾ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്താൽ സിസ്റ്റം കംപ്രസ് ആവൂലേ? സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ കംപ്രഷൻ വർക്കാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. ഇനി സിസ്റ്റം വർക്ക് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം സ്വയം വർക്ക് ചെയ്താൽ എക്സ്പാൻഡ് ആവൂലേ? യെസ്. സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്കാണെങ്കിൽ വർക്ക് എന്ത് വരും? വർക്ക് നെഗറ്റീവ് വരും. ആ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ പ്ലസ് വർക്ക് ഡൺ ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നിങ്ങൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർഡ് ഫ്രം സറൗണ്ടിങ് ടു ദ സിസ്റ്റം ആണെങ്കിൽ ക്യൂ പോസിറ്റീവ്. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ക്യൂ നെഗറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്.
തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിലേക്കാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താണ്? തെർമോഡൈനാമിക് പ്രോസസ്സ് ഈ ഭാഗത്ത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ? എന്താ തെർമോഡൈനാമിക്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എന്താ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എന്തോ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ, തെർമോഡൈനാമിക് സ്റ്റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാം. എന്താ തെർമോഡൈനാമിക് പ്രോസസ്? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എ പ്രോസസ് ഇൻ വിച്ച് തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ചേഞ്ച്ഡ്. ക്ലിയർ അല്ലേ? 4 പ്രോസസ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 ഐസോകോറിക് പ്രോസസ്സ്, 2 ഐസോ തെർമൽ പ്രോസസ്സ്, 3 ഐസോബാറിക് പ്രോസസ്സ്, 4 അഡിയബാറ്റിക് പ്രോസസ്സ്. സോ ഈ 4 പ്രോസസ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഐസോകോറിക് പ്രോസസ്സ്. എന്ത് പ്രോസസ്സ്? ഐസോകോറിക് പ്രോസസ്സ്. പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വോളിയത്തിന് യാതൊരു മാറ്റവും ഇല്ല, വോളിയത്തിന് യാതൊരു ചേഞ്ചും ഇല്ല, വോളിയം ഫിക്സ്ഡ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് വിളിക്കുക. എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. എടാ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയത്തിലായിരിക്കൂടാ. ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കൂലേ? വോളിയത്തിന് മാറ്റിയില്ലെങ്കിൽ മാറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി 0 ആയിരിക്കും. നോക്കടാ, നിങ്ങൾ ഫസ്റ്റ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ബട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ഡെൽറ്റ വി ആണ്. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി ആണ്. സോ ക്യൂ പ്ലസ് പി ഡി വി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ടും ഫസ്റ്റ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ബട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. ദെൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. ക്ലിയർ അല്ലേ? സോ ഐസോകോറിക് പ്രോസസ്, എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. സോ നോക്കടാ, എന്താ വർക്കിന്റെ ഇക്വേഷൻ? ഓൾറെഡി നമ്മൾ കണ്ടു. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ഡെൽറ്റ വി ആണ്. ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ വി 0 ആണ്. സോ വർക്ക് എന്ത് വരും? വർക്ക് 0 ആയിരിക്കും. സോ ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് 0 ആണ്. ഇനി എന്താണ് ഫസ്റ്റ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? ബട്ട് ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ വി 0 ആയതുകൊണ്ട് പി ഡെൽറ്റ വി അല്ലെങ്കിൽ വർക്ക് 0 ആയിരിക്കും. സോ വർക്ക് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. ഐസോകോറിക് മീൻസ് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറയാം. സോ ഇത്രയും കാര്യം നമുക്ക് ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ പറയാൻ വേണ്ടി സാധിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ വോളിയം 0 ആണ്, വർക്ക് 0 ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആണ്. സോ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്തിന് ഈക്വലാ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് ഈക്വൽ ആണ്. ക്ലിയർലേ? കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും മനസ്സിലാക്കി. സോ ഇത്രയും കാര്യമാണ് നിങ്ങൾ ഏത് പഠിക്കേണ്ടത്? നിങ്ങൾ ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ പഠിക്കേണ്ടത്. ഇത്രയും കാര്യം പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ പാരഗ്രാഫിൻ്റെ എവിടെയെങ്കിലും വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നോ ഐസോകോറിക് പ്രോസസ് എന്നോ തരും. എൻ്റെ ലാസ്റ്റ് നിങ്ങളുടെ ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കും വർക്ക് എത്രയാന്ന്. വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ പല വാല്യൂകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ബട്ട് ഐസോകോറിക് പ്രോസസ് അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ വർക്ക് 0 കൊടുക്കുക, ഫുൾ മാർക്ക് വാങ്ങുക. ക്ലിയർ അല്ലേ? അടുത്താണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സായിട്ട് പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്ര? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എത്ര? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ഹീറ്റ് കപ്പാസിറ്റിൻ്റെ വാല്യൂ എത്ര? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ്? പേര് തന്നെയില്ലേ ഐസോതെർമൽ, ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല, ടെമ്പറേച്ചറിന് ഒരു ചേഞ്ചും ഇല്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുക. തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച്
ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുക. എടാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണെന്ന് ചോദിച്ചു. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണെന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര ആൻസർ ചെയ്യുക? ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചല്ലേ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CPയും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CVയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മേയേഴ്സ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത് ഞാൻ വ്യക്തവും കൃത്യമായിട്ട് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU കാണുന്ന ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU ഈസ് ഈക്വൽ ടു NCV/dt ആണ്. ഈ ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU ഈസ് ഈക്വൽ ടു NCV/dt ആണ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ dt 0 ആയിരിക്കും. ഇത് 0 ആണെങ്കിൽ ഈ വാല്യൂ എന്തായി പോവും? വാല്യൂ 0 ആയി പോവും. സോ ΔU ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരിക്കും. വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറേ വാല്യൂ മറ്റേതും തിരിച്ചതൊക്കെ തരും. ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറയും, എന്നിട്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ചോദിക്കും. സോ ഒരു സംശയവും ഇല്ല കൂടാതെ നിങ്ങൾ പറയണം ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരിക്കും. ഇനി പറഞ്ഞ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും? ഓൾറെഡി ചേഞ്ച് ഇൻ എൻതാൽപ്പി ΔHന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിക്ക്. എവിടെ പഠിച്ചിക്ക്? ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയവും പറയുന്ന സമയത്ത് എൻതാൽപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? എൻതാൽപ്പി ചേഞ്ച് ΔH ഈസ് ഈക്വൽ ടു NCP/dt ആണ്. എൻതാൽപ്പി ചേഞ്ച് ΔH ഈസ് ഈക്വൽ ടു NCP/dt ആണ്. എടാ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ dt ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ dt 0 അല്ലേ? സോ ഇത് 0 ആണെങ്കിൽ ഈ വാല്യൂ മൊത്തം എന്തായി പോവും? 0 ആയി പോവും. സോ നമുക്ക് എന്ത് കിട്ടും? ΔH ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പിയും 0 ആണ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്, ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആണ്. എല്ലാം പഠിച്ചങ്ങ് പോവാം. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU ഈസ് ഈക്വൽ ടു Q പ്ലസ് W അല്ലേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ΔU എന്താണ്? ΔU 0 ആണ്. ചേഞ്ച് ഇൻ എനർജി ΔU ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ 0 ആണ്. സോ 0 ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്ന് കിട്ടും. 0 ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്ന് കിട്ടും. അല്ല നമുക്ക് എന്ത് പറയാം? W ഈസ് ഈക്വൽ ടു മൈനസ് Q എന്ന് പറയാം. W ഈസ് ഈക്വൽ ടു മൈനസ് Q. W ഈസ് ഈക്വൽ ടു മൈനസ് Q. സോ ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ വർക്കിന്റെയും ഹീറ്റിന്റെയും വാല്യൂ സെയിം ആയിരിക്കും, സൈൻ ഓപ്പോസിറ്റ്. സോ അര പേജ് ക്വസ്റ്റ്യൻ ഒന്ന്. ഐസോതെർമൽ പ്രോസസ് ആണ്. എന്ത് പ്രോസസ്സാ? ഐസോതെർമൽ പ്രോസസ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ Q മൈനസ് 500 ജൂൾ ആണ്. അങ്ങനെ വർക്ക് എത്ര? മൈനസ് മാറ്റിയാൽ മതി, 500 ജൂള്. ഹീറ്റ് ട്രാൻസ്ഫർ 200 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എത്ര? മൈനസ് 200 ജൂള്. കാരണം ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ വർക്കിന്റെയും ഹീറ്റിന്റെയും വാല്യൂ സെയിം ആണ്, സൈൻ ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കും. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഹീറ്റ് കപ്പാസിറ്റി കാണണം. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് കപ്പാസിറ്റി നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഹീറ്റ് കപ്പാസിറ്റി C is equal to Q by dt എന്ന് പഠിച്ചിട്ടില്ലേ? സോ ഇവിടെ dt 0 ആണ്. ഒരു സംഖ്യേനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ΔT 0 ആണ്. ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു.
ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി ആണ്. ഐസോതെർമലിന്റെ കേസിൽ ഡെൽറ്റ ടി 0 ആണ്, അതുകൊണ്ട് ഡെൽറ്റ യു 0 ആയി. സോ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യുടെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ചിന്റെ വാല്യൂവും 0 ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ വർക്കിന്റെയും ഹീറ്റിന്റെയും വാല്യൂ സെയിം ആയിരിക്കും, സൈൻ ഡിഫറെന്റ്. വർക്ക് W is equal to -Q പഠിച്ചു നോക്കുക. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് കപ്പാസിറ്റി C is equal to ഇൻഫിനിറ്റി വരും. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യമാണ് നിങ്ങൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസ് പഠിക്കേണ്ടത്. അടുത്തതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐസോബാറിക് പ്രോസസ്സ്. പറയേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് പറയുന്നില്ല. ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. പ്രഷറിന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് ഇവിടെ പറഞ്ഞുതരാം. 2 പോയിന്റ്. ഈ നാച്ചുറൽ നടക്കുന്ന പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ സ്വാഭാവിക പ്രോസസ്സുകളും സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ ചേഞ്ചുകളും പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം all natural processes are irreversible. എല്ലാ നാച്ചുറൽ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. അടുത്ത പോയിന്റ്, എല്ലാ ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഐസോബാറിക് ആണ്. ഈ പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. എല്ലാ ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഐസോബാറിക് പ്രോസസ്സാണ് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിലേക്ക് കടക്കാം. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ്? ആരെങ്കിലും കോൺസ്റ്റന്റ് ആവുന്നുണ്ടോ? ആരും കോൺസ്റ്റന്റ് ഒന്നും ആവുന്നില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യൂല. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോകുന്നില്ല, സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പോകുന്നില്ല. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണെങ്കിൽ അത്തരം തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുക. എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആയിരിക്കും. ഒരു തെർമോഡൈനാമിക് പ്രോസസ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ, ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണെങ്കിൽ ആ തെർമോഡൈനാമിക് പ്രോസസ് ആണ് അഡിയബാറ്റിക് പ്രോസസ്. എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണ്. ഇനി പറ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W. പഠിച്ചല്ലേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. ബട്ട് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ Q0 ആണ്, അതുകൊണ്ട് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു W എന്ന് കിട്ടും. പഠിച്ചു വെക്കുക. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും വർക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നു ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു വർക്ക് 500 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാ? 500 ജൂൾ തന്നെ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 200 ജൂളാണ്. അഡിയബാറ്റിക് പ്രോസസ് ആണ്, വർക്ക് എത്ര? 200 ജൂൾ തന്നെ. കാരണം അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ വർക്കും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആയിരിക്കും. സോ Q0 ആണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു W എന്ന് കിട്ടും. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ് വരിക? സിമ്പിൾ അല്ലേ? ഹീറ്റ് കപ്പാസിറ്റി C is equal to Q by ഡെൽറ്റ ടി അല്ലെങ്കിൽ Q by dt ആണ്. അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ Q0 ആണ്. സോ ഹീറ്റ് കപ്പാസിറ്റിയും 0 വരും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏത് ഭാഗത്ത് പഠിക്കുക? അഡിയബാറ്റിക് പ്രോസസ് എന്ന ഭാഗത്ത് പഠിക്കുക. ക്ലിയർ അല്ലേ? എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ Q0 ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു W. ഹീറ്റ് കപ്പാസിറ്റി C is equal to ഇൻഫിനിറ്റി. സോറി, ഹീറ്റ് കപ്പാസിറ്റി C 0 ആയിരിക്കും. ഇൻഫിനിറ്റി വരിക ആരെ ഭാഗത്താ? ഐസോതെർമലിന്റെ. സോ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഇത് കൃത്യമായിട്ട് തറവാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യണം. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്ര എന്നുള്ളൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതറിയാമെങ്കിൽ നേരത്തെ ചെയ്ത ഇതറിയാമെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണെന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വർക്കിന് ഈക്വൽ ആണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഇയറിലുള്ള ക്വസ്റ്റ്യൻ കിട്ടുമായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യും. ഈ തിയറി പാർട്ടുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കും. ആ സമയത്ത് നമുക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി?
ഇനി നമ്മൾ വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ് ആണ്. വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ് വളരെ സിമ്പിളാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐസോകോറിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. വർക്ക് W is equal to plus or minus P delta V ആണ്. സോ ചേഞ്ച് ഇൻ വോളിയം 0 ആയതുകൊണ്ട് വർക്ക് 0 ആയിരിക്കും. സോ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓൾറെഡി പഠിച്ചതാണ്. ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് 0 ആയിരിക്കും. ഇനി ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ എന്താണ്? ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് W is equal to plus or minus P external into dV. P external into dV. P external എന്ന് പറഞ്ഞാൽ external pressure. P external എന്ന് പറഞ്ഞാൽ external pressure. dV എന്ന് പറഞ്ഞാൽ change in volume. So ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ വർക്ക് W is equal to plus or minus P external into dV. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എടാ ആന്നടാ വർക്ക് എന്നുണ്ടാ പ്ലസും മൈനസും ഞാൻ കൊടുത്തേ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്. ആ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്താണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഐസോതെർമൽ റിവേഴ്സിബിൾ നോക്കണേ. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ W is equal to plus or minus 2.303 nRT log V2 by V1 അല്ലെങ്കിൽ W is equal to plus or minus 2.303 nRT log V1 by P2 by V2 by V1 അല്ലെങ്കിൽ P1 by P2. സോ ഇതാണ് ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ. ഇനി ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇർറിവേഴ്സിബിൾ പ്രോസസ് ആർ ഐസോബാറിക് ആണ്. ക്ലിയർ അല്ലേ? സോ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കിന്റെ ഇക്വേഷൻ കൊടുക്കേണ്ടത് W is equal to plus or minus P external into dV. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ കൊടുക്കേണ്ടത്. എന്താ പി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ? പി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ ആണ്. എന്താ ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വോളിയം. സോ പരീക്ഷ പേപ്പറിൽ ഈ ഒരു വാക്ക് നിങ്ങൾ കണ്ട് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ നിങ്ങൾ കണ്ട് ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഇൻ വാക്വം അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ എന്ന് കണ്ടാൽ എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. വർക്ക് 0 ആയിരിക്കും. സോ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഇൻ വാക്വം ആണെങ്കിൽ വർക്ക് 0 ആയിരിക്കും. സോ ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ W is equal to plus or minus 2.03 nRT log V2 by V1 അല്ലെങ്കിൽ P1 by P2. ഇനി ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ W is equal to plus or minus external pressure into change in volume plus or minus P external into dV. ഇനി ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കും. വർക്ക് 0 ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഒക്കെ പഠിച്ചില്ലേ? ഇനി അടുത്താണ് നമ്മൾ തെർമോ കെമിസ്ട്രിയിലേക്ക് പോവാണ്. തെർമോ കെമിസ്ട്രിയിലേക്ക് പോവാണ്. ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു സ്ലൈഡിൽ നിന്നാണ് കഴിഞ്ഞ 2023 നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ഉള്ളത്. ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 2023 നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടും. വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യം. നിങ്ങൾ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഡയറക്റ്റ് ചോദ്യം. നിങ്ങൾ കൃത്യമായിട്ട് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഡീഷണലി മെൻറ്ററിനകത്തുള്ള മെറ്റീരിയലിനകത്തുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് ചോദിച്ചതെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ നോക്കടാ, എൻതാൽപ്പി. നിങ്ങൾ നോക്കുക, എൻതാൽപ്പി ചേഞ്ച് ഓൾറെഡി ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എൻതാൽപ്പി ചേഞ്ച്. സോ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് നമുക്കറിയാം. ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ, ശ്രദ്ധിക്കണേ, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ചും ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധമാണ് മൂന്നാമതായിട്ട് ഞാൻ കൊടുത്തത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ചും
ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു തമ്മിലുള്ള ബന്ധം എന്താ? ഫോർ എ കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ക്ലിയർ അല്ലേ? അങ്ങനെ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ ജി മീൻസ് ഗ്യാസ് ആണ്. സോ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ number of moles of gaseous product minus number of moles of gaseous reactant. പ്രൊഡക്റ്റിലുള്ള ഗ്യാസുകളുടെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് ഗ്യാഷ്യസ് പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റുകളുടെ നമ്പർ ഓഫ് മോൾസ് കുറച്ചാൽ ഡെൽറ്റ എൻ ജി കിട്ടും. സോ ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി ടെമ്പറേച്ചർ ആണ്. സോ ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ചും ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യും തമ്മിലുള്ള ബന്ധം. ഇവിടെ നിന്നാണ് 2023 നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അങ്ങനെ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റന്റ്. ഞാൻ വീണ്ടും പറയാൻ കാരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇനി തെർമോ കെമിസ്ട്രി. എന്താണ് തെർമോ കെമിസ്ട്രി? നമ്മൾ തെർമോ കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണ്. എന്താണ് തെർമോ കെമിസ്ട്രി? എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, ലാറ്റിസ് എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പിയിലൊക്കെ നമ്മൾ കിടക്കുകയാണ്. ക്ലിയർ അല്ലേ? സോ എന്താടാ തെർമോ കെമിസ്ട്രി? സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫേസ് ചേഞ്ച്, സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു, സോളിഡ് ഗ്യാസ് ആകുന്നു, ഇങ്ങനെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക്, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്തിൽ? തെർമോ കെമിസ്ട്രി. നോക്കടാ, തെർമോ കെമിസ്ട്രി ഇറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് വെൻ എ ചേഞ്ച് ഓഫ് phase or a chemical reaction take place in the system. ഒരു സിസ്റ്റത്തിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പഠിക്കുന്നതാണ് തെർമോ കെമിസ്ട്രിയിൽ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ എക്സോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ ചേഞ്ചിൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്നും, എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ ചേഞ്ചിൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? എക്സോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും, എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ ചേഞ്ചിന് എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഇനി എന്താടാ? തെർമോഡൈനാമിക്സിലെ 2 ലോ ആണ്. ലോ ഓഫ് തെർമോ കെമിസ്ട്രി. തെർമോ കെമിസ്ട്രിയിലെ 2 ലോ ആണ്. ഒന്ന് ലാപ്ലേസ് ആൻഡ് ലാവോസിയർ ലോയും, രണ്ടാമത് ഹെസസ് ലോയും. ഒന്നും പഠിക്കാനില്ല, പേരൊന്നും കണ്ട ആരും പേടിക്കണ്ട. എന്താ ലാപ്ലേസ് ആൻഡ് ലാവോസിയർ ലോ എന്ന് പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഹീറ്റ് ചേഞ്ച് തന്നെയാണ് എന്ത്? എൻതാൽപ്പി ചേഞ്ച്. പഠിച്ചിട്ടില്ലേ? കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എൻതാൽപ്പി. സോ ഹീറ്റ് ചേഞ്ച് തന്നെയാണ് എൻതാൽപ്പി ചേഞ്ച് തന്നെയാണ് എന്ത് ചേഞ്ച്? ഹീറ്റ് ചേഞ്ച്. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചും അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് equal and opposite to the heat change when the reaction is reversed. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെയും അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ്റെയും ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എ ബി ആയിട്ട് മാറുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എക്സ് ആണെങ്കിൽ, എക്സ് ജൂൾ ആണെങ്കിൽ തിരിച്ച് ബി എ ആയിട്ട് മാറുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് മൈനസ് എക്സ് ജൂൾ ആയിരിക്കും. ഈ എക്സ് എക്സ് ഈക്വൽ, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി മീനിങ് എന്താ? എ ബി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എക്സ് പോസിറ്റീവാ. പോസിറ്റീവ് മീൻസ് എൻഡോതെർമിക്. പഠിച്ചില്ലേ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്. സോ എ ബി ആവുമ്പോൾ എക്സ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, തിരിച്ച് ബി എ ആവുമ്പോൾ എക്സ് എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ക്ലിയർലി? അബ്സോർബ് ചെയ്യുമ്പോൾ എൻതാൽപ്പി പോസിറ്റീവ്, പുറത്തേക്ക് വിടുമ്പോൾ എൻതാൽപ്പി നെഗറ്റീവ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെയും അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ്റെയും എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എ ബി എന്ന കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് എക്സ് ആണെങ്കിൽ ബി തിരിച്ച് എ ആയി മാറുന്ന റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് മൈനസ് എക്സ് ആയിരിക്കും. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് ലാപ്ലേസ് ആൻഡ് ലാവോസിയർ ലോ. അടുത്താണ് എന്ത് ലോ? അടുത്താണ് ഹെസസ് ലോ. എന്ത് ലോ? ഹെസസ് ലോ. വളരെ സിമ്പിളാണ് ഹെസസ് ലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും കുറേ സ്റ്റെപ്പിലായിട്ട് നടന്നാലും
ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെ നമുക്ക് എങ്ങനെയും പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓവറോൾ പ്രോസസ്സിന്റെ എൻതാൽപ്പി ചേഞ്ച് ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയാൽ കിട്ടും. ഈ രണ്ട് തരത്തിലും നിങ്ങൾക്ക് എസ് ലോ പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും കുറേ സ്റ്റെപ്പുകളായിട്ട് നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഓവറോൾ പ്രോസസ്സിന്റെ എൻതാൽപ്പി ചേഞ്ച് ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയാൽ കിട്ടും. ഇതാണ് ഹെസസ് ലോ. Heat absorbed or evolved in a chemical reaction is same when the process occur in single step or several step. അത് നമുക്ക് എന്താ പറയാം? Total enthalpy change of an overall process is the sum of enthalpy changes of individual step. ഒരിക്കൽ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും കുറേ സ്റ്റെപ്പുകളായിട്ട് നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയാൽ ഓവറോൾ പ്രോസസ്സിന്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. അതായത് എ ബി ആയിട്ട് മാറുന്ന കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 ആണെന്ന് വിചാരിക്കും. എ ബി ആയിട്ട് മാറുന്ന കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 ആണ്. എ ഡയറക്റ്റ് ബി ആവാതെ എ സി ആയിട്ട് മാറി ആ സ്റ്റെപ്പിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ H1. സി ദെൻ ഡി ആയിട്ട് മാറി ആ സ്റ്റെപ്പിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ H2. ദെൻ ഡി ബി ആയിട്ട് മാറി ആ സ്റ്റെപ്പിന്റെ എൻതാൽപ്പി ചേഞ്ച് ഇവിടെ ഡെൽറ്റ H2, ഡെൽറ്റ H3, ഡെൽറ്റ H4. ക്ലിയർലേ? അങ്ങനെയാണെങ്കിൽ എ ഡയറക്റ്റ് ബി ആയിട്ട് മാറുന്ന ഓവറോൾ സ്റ്റെപ്പിന്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ചിന്റെ എന്തായിരിക്കും? സമ്മായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു ഓവറോൾ പ്രോസസ്സിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ചിന്റെ സമ്മായിരിക്കും. ഇതാണ് എന്ത് ലോ? ഇതാണ് ഹെസസ് ലോ. ഇതാണ് ഹെസസ് ലോ. ക്ലിയർലേ? അടുത്ത എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോകുക. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു പോവുക. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കില്ല. സോ ഇതൊക്കെ കൃത്യമായിട്ട് തെർമോ കെമിസ്ട്രി എന്ന ഭാഗത്ത് നിങ്ങൾ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എന്താണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം പ്രോബ്ലം ചെയ്ത് തറവാക്കിയാൽ മാത്രമേ ഈ ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ക്ലിയർലേ? സോ എന്താ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് or heat change or enthalpy change in a particular reaction. ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് ആണ് എന്ത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ പ്രൊഡക്റ്റിന്റെ ഹീറ്റിൽ നിന്ന് റിയാക്റ്റന്റിന്റെ ഹീറ്റ് കുറച്ചാൽ മതി. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ഹീറ്റ് ഓഫ് റിയാക്റ്റന്റ്. അല്ല നമുക്ക് എന്ത് പറയാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി കുറച്ചാൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ക്ലിയർലേ? അടുത്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ മാറിപ്പോറ് ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹീറ്റ് ചേഞ്ച് വെൻ 1 mole ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്. ഇനി എലമെൻറ്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്സിജൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് O2, കാർബണിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഗ്രാഫൈറ്റ്, ഫ്ലൂറിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് F2. ഇങ്ങനെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ എലമെൻറ്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർലേ? ഇത് നിങ്ങൾക്ക് റിയാക്റ്റന്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് റിയാക്റ്റന്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്ന് എന്നിട്ട് നിങ്ങളോട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ച് എടാ റിയാക്റ്റന്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണുക? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ്
പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കുറച്ചാൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് 0 ആയിരിക്കും. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കുറച്ചാൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും കിട്ടും. ക്ലിയർ അല്ലേ? റെഡി. അടുത്ത എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ? പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മോൾ, അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഒരു മോൾ സബ്സ്റ്റൻസിന് കമ്പഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോൾ സബ്സ്റ്റൻസ്, അങ്ങനെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനിലെ നമ്മൾ കമ്പഷൻ വിളിക്കുക. സോ ഒരു മോൾ സബ്സ്റ്റൻസിന് ഓക്സിജനുമായിട്ട് കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. നിങ്ങൾക്കറിയാം കമ്പഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകില്ലേ? സോ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും നെഗറ്റീവ് ആണ്. സോ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മോൾ സബ്സ്റ്റൻസിന് ഒരു മോൾ എൻഹൈഡ്രസ് സബ്സ്റ്റൻസ് റിക്വയർഡ് നമ്പർ ഓഫ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രസ് സബ്സ്റ്റൻസ് ആകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഇതൊക്കെ വായിച്ചു പോവാ, വേറെ കാര്യമൊന്നുമില്ല. അടുത്ത എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസ് എക്സസ് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ലാറ്റിസ് എൻതാൽപ്പിയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയും കൂട്ടിയാൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കിട്ടും. ആ കാര്യം ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തതാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താ ലാറ്റിസ് എൻതാൽപ്പി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മോൾ അയോണിക് കോമ്പൗണ്ട്, ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഗ്യാഷ്യസ് അയോണിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഗ്യാഷ്യസ് അയോണിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുക ബോൺ ഹാബർ സൈക്കിളിലൂടെയാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കൂല, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? Na സോളിഡും ഹാഫ് Cl2 ഗ്യാസും കൂടെ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് NaCl സോൾഡ് കിട്ടും. ഇത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. Na സോൾഡിനെ Na ഗ്യാസ് ആക്കി മാറ്റുന്ന സോൾഡ് ഗ്യാസായി മാറുന്നതാണ് സബ്ലിമേഷൻ. സോ ഇതാണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഇനി Na ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Na പ്ലസ് ആയിട്ട് മാറുന്നു. Na ഗ്യാസ് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Na പ്ലസ് ഗ്യാസ് ആയി മാറുന്നു. Na പ്ലസ് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായുള്ള എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ത്? അയോണൈസേഷൻ എൻതാൽപ്പി. അറിയാം. ദെൻ ഹാഫ് Cl2 ഗ്യാസ് Cl ഗ്യാസ് ആയിട്ട് മാറുന്നു. എടാ Cl2ൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്താലല്ലേ 2 Cl കിട്ടുക? Cl2ൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ 2 Cl കിട്ടും. സോ ഹാഫ് Cl2ൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് Cl കിട്ടാൻ നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ്റെ പകുതി മതി. ഹാഫ് ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. Cl ഗ്യാസ് ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട് Cl മൈനസ് ഗ്യാസ് ആയിട്ട് മാറുന്ന ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ, ഒരു ആറ്റം ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദെൻ Na പ്ലസ് അയോണും Cl മൈനസ് അയോണും കൂടി ചേർന്ന് NaCl ആയിട്ട് മാറുന്നു. സോ ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഗ്യാഷ്യസ് അയോണിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി. നിങ്ങൾ ഹെസസ് ലോ പഠിച്ചിട്ടുണ്ട്. ഒരു ഓവറോൾ പ്രോസസ്സിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു ഓവറോൾ പ്രോസസ്സിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ സം ആയിരിക്കും. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് അയോണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. സോ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബോൺ ഹാബർ സൈക്കിൾ. എന്ത് സൈക്കിൾ? ബോൺ ഹാബർ സൈക്കിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സിനെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ അതാണ് ബോൺ ഹാബർ സൈക്കിൾ. ഒരു കാര്യം കൂടെ പഠിച്ചു നോക്കണം. ലാറ്റിസ് എൻതാൽപ്പിൻ്റെ വാല്യൂം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ വാല്യൂം ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും.
ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. പഠിച്ചു നോക്കണേ, ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിലോ, ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി കൊടുക്കണം. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോ നിങ്ങൾ. അടുത്ത എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു മോളല്ല ഒരു ഗ്രാം ഇക്വാലൻ്റാ. അവിടെ തെറ്റിപ്പോറ്. ഒരു മോളല്ല ഒരു ഗ്രാം ഇക്വാലൻ്റ്. ഒരു ഗ്രാം ഇക്വാലൻ്റ് ഓഫ് ആസിഡ് ഒരു ഗ്രാം ഇക്വാലൻ്റ് ഓഫ് ബേസുമായിട്ട് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ഒരു മോളല്ലേ? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when 1 gram equivalent of an acid is completely neutralized by 1 gram equivalent of a base. So ഒരു ഗ്രാം ഇക്വാലൻ്റ് ഓഫ് ആസിഡ് ഒരു ഗ്രാം ഇക്വാലൻ്റ് ഓഫ് ബേസുമായിട്ട് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ഇവിടെ നിങ്ങൾ കേൾക്കേണ്ട മറ്റൊരു കാര്യം, സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും കേസിൽ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ -57.3 അല്ലെങ്കിൽ -57.1 കിലോ ജൂൾ പെർ മോളാണ്, അല്ലെങ്കിൽ -13.7 കിലോ കലോറി പെർ മോളാണ്. ഈ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ കേസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? റെഡി. സോ നമ്മൾ വേഗം തിയറി ഫിനിഷ് ചെയ്ത് ഒബ്ജക്റ്റീവ് കോഴ്സിലേക്ക് കടക്കുകയാണ്. എൻതാൽപ്പി ഓഫ് ബോണ്ട് എൻതാൽപ്പി നിങ്ങൾക്കറിയാം. റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ബോണ്ട് എൻതാൽപ്പി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ റിയാക്റ്റൻറ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റൻറ്റുകളുടെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റുകളുടെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. തിരിച്ചു കുറക്കറേ. ഇത്രയും നമ്മൾ പ്രൊഡക്റ്റീവ് മൈനസ് റിയാക്റ്റൻ്റാണ് പഠിച്ചത്. പക്ഷേ ബോണ്ട് എൻതാൽപ്പിൻ്റെ കേസിൽ മാത്രം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. റിയാക്റ്റൻറ്റുകളുടെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റുകളുടെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടുമെന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എൻട്രോപ്പിയിലേക്ക് പോവാം. എൻട്രോപ്പിയിൽ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് പഠിക്കണം. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിലും ഐസോബാറിക് പ്രോസസ്സിൻ്റെ കേസിലും ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിലും ഒക്കെ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. സോ ഇവിടെ എന്താണ് എൻട്രോപ്പി പറയേണ്ട ആവശ്യമുണ്ടോ? എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. ഡിസോർഡറിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? എൻട്രോപ്പി. എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി ആണ്. സോ എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. ഡിസോർഡറിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? എൻട്രോപ്പി. എൻട്രോപ്പി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻട്രോപ്പി കൂടും. നിങ്ങൾ നോക്കടാ, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ തീടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇവിടെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിനൊക്കെ കൈനറ്റിക് എനർജി കൂടൂലേ? സോ എനർജി കൂടുമ്പോൾ അത് സ്പീഡായിട്ട് മൂവ് ചെയ്യൂലേ? സ്പീഡായിട്ട് മൂവ് ചെയ്താൽ ഡിസോർഡർ കൂടൂലേ? ഡിസോർഡർ കൂടിയാൽ എൻട്രോപ്പി കൂടും. കാരണം എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർ. ഡിസോർഡറിൻ്റെ മെഷർമെൻ്റ് ആണ് എൻട്രോപ്പി. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിസോർഡർ കൂടും, ഡിസോർഡർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻട്രോപ്പി കൂടും എന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ പലയാൾക്ക് സംശയം ഉണ്ടാവും, സാറേ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി ആണല്ലോ. സോ എൻട്രോപ്പിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണോ? അല്ല. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ മീനിങ് മീൻസ് ഇത്രയേ ഉള്ളൂ. ലോ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഹൈ ടെമ്പറേച്ചറിൽ അതേ എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാൾ എൻട്രോപ്പി ചേഞ്ച് കൂടുതലായിരിക്കും. നമുക്ക് പറയാം, നിങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാൾ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുക ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താലാണ്. ആ മീനിങ് മാത്രമേ അതുള്ളൂ. അല്ലാതെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻട്രോപ്പി എന്താ ചെയ്യുക? ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിസോർഡർ കൂടും, എൻട്രോപ്പി കൂടും. ക്ലിയർ അല്ലേ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡിസോർഡർ ഇൻക്രീസസ്. നിങ്ങൾക്കറിയാം സോളിഡ്സിൻ്റെ കേസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിൻ്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്, ക്ലോസ്ലി പാക്ക്ഡാ, എനർജി കുറവാണ്, ഡിസോർഡർ കുറവാണ്, എൻട്രോപ്പി കുറവാണ്. ഗ്യാസിൻ്റെ കേസിൽ ഗ്യാസ് പാർട്ടിക്കിൾ തമ്മിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല, ദേ ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. സോ ഗ്യാസ് പാർട്ടിക്കിളിൽ ഡിസോർഡർ കൂടുതലാണ്, സോ എൻട്രോപ്പി കൂടുതലാണ്. സോ സോളിഡ്സിൽ ഡിസോർഡർ കുറവാണ്, എൻട്രോപ്പി കുറവാണ്. ഗ്യാസിൽ ഡിസോർഡർ കൂടുതലാണ്, എൻട്രോപ്പി കൂടുതലാണ്. അടുത്ത എൻട്രോപ്പി, രണ്ടു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫേസ് ട്രാൻസിഷൻ, ഫേസ് ട്രാൻസിഷൻ, ഫേസ് ട്രാൻസിഷൻ.
phase transition കേസിൽ നിങ്ങൾ എൻട്രോപ്പിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കണം. phase transition കേസിൽ നിങ്ങൾ എൻട്രോപ്പി എങ്ങനെ കാണുക? phase transition കേസിൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി ആണ്. അതായത് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ഡെൽറ്റ എസ് ഫ്യൂഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡിവൈഡ് ബൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അടുത്തത് എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ, അത് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആയിരിക്കും. സോ ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ ഫ്യൂഷൻ, വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞില്ലേ? ഫോർ ഫേസ് ട്രാൻസിഷൻ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ഇനി ഫോർ ഐഡിയൽ ഗ്യാസ് എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ എന്താ? കൃത്യവും വ്യക്തമായിട്ട് പഠിച്ചോളെ. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ പ്ലസ് എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി പി എൽ എൻ ടി ടു ബൈ ടി വൺ പ്ലസ് എൻ ആർ എൽ എൻ പി വൺ ബൈ പി ടു. ഇതാണ് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ പ്ലസ് എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി പി എൽ എൻ ടി ടു ബൈ ടി വൺ പ്ലസ് എൻ ആർ എൽ എൻ പി വൺ ബൈ പി ടു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ, എന്ത് പ്രോസസ്സ്? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എടാ എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല. സോ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ടി വണ്ണും ടി ടു എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ടി വണ്ണും ടി ടുവും സെയിം ആണെങ്കിൽ ടി വണ്ണും ടി ടുവും ഡിവൈഡ് ചെയ്താൽ വാല്യൂ എത്ര വരിക? 1 ആണ്. ലോഗ് 1 അല്ലെങ്കിൽ എൽ എൻ 1 എന്താണ്? 0 ആണ്. സോ ഈ ഭാഗം 0 ആയി പോവും. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ആർ എൽ എൻ പി വൺ ബൈ പി ടു എന്ന് കിട്ടും. സോ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ അല്ലെങ്കിൽ എൻ ആർ എൽ എൻ പി വൺ ബൈ പി ടു. ഇത് നോക്കണം, നിങ്ങളോട് ഐസോകോറിക് പ്രോസസ് എന്ന് ചോദിച്ചു. ഐസോകോറിക് പ്രോസസ് എന്നാണ് ചോദിച്ചത്. ഐസോകോറിക് പ്രോസസ് എന്ത് പ്രോസസ്? ഐസോകോറിക് പ്രോസസ്. കാരണം എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വി വണ്ണും വി ടുവും സെയിം ആയിരിക്കും. വി വണ്ണും വി ടുവും സെയിം ആണെങ്കിൽ വി ടു ബൈ വി വൺ 1 അല്ലേ വരിക? എൽ എൻ 1 0 ആയിരിക്കും. സോ ഈ ഭാഗം 0 ആയി പോവും. സോ ഡെൽറ്റ എസ് എന്ത് വരും? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ എന്ന് കിട്ടും. സോ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ. ഇനി ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണുക? എന്താണ് ഐസോബാറിക് പ്രോസസ്സ്? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതാണ് ഐസോബാറിക് പ്രോസസ്സ്. പി വണ്ണും പി ടു സെയിം ആയിരിക്കും. ഇവിടെ പി വണ്ണും പി ടുവും സെയിം ആണെങ്കിൽ പി വൺ ബൈ പി ടു എന്ത് വരും? 1 വരും. എൽ എൻ 1 എന്ത് വരും? എൽ എൻ 1 0 വരും. സോ ഈ ഭാഗം ക്യാൻസൽ ആയി പോവും. സോ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ സി പി എൽ എൻ ടി ടു ബൈ ടി വൺ എന്ന് കിട്ടും. സോ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഫോർ ഐഡിയൽ ഗ്യാസ് എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഐസോതെർമൽ ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇനി ഒരു കാര്യം കൂടെ പറയാം. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ അതിന് നിങ്ങൾ ശ്രദ്ധിച്ചോ, റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എപ്പോഴും 0 ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫോർ റിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് 0 ആയിരിക്കും. ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ലോ പഠിക്കുമ്പോൾ പറയും.
ക്ലിയർ അല്ലേ? അഡിയാബാറ്റിക് പ്രോസസ് അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ഓപ്ഷൻ ഉണ്ടാവും, ടിക്ക് ചെയ്താൽ മാർക്ക് കിട്ടും. വേറൊന്നുമില്ല, ഓപ്ഷനിൽ ടിക്ക് ചെയ്താൽ മാർക്ക് കിട്ടും. അഡിയാബാറ്റിക് റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് സിസ്റ്റം എൻട്രോപ്പി ഓഫ് സിസ്റ്റം എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റം ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. അഡിയാബാറ്റിക് റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റം ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് എല്ലാവരും 0 ആയിരിക്കും. ഇനി അഡിയാബാറ്റിക് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ് ഈക്വൽ ടു 0 ആയിരിക്കും. എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, ഓപ്ഷനിൽ കണ്ട ടിക്കിട്ടാ മാർക്ക് കിട്ടും. സോ കൃത്യമായിട്ട് പഠിക്കുക. സോ ഇത്രയും കാര്യം നിങ്ങൾ എൻട്രോപ്പി പഠിക്കേണ്ടത്. എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. ഡിസോർഡറിൻ്റെ അല്ലെങ്കിൽ റാൻഡംനെസ്സിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? എൻട്രോപ്പി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസോർഡർ കൂടും, എൻട്രോപ്പി കൂടും. സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, ഡിസോർഡർ കുറവാണ്, എൻട്രോപ്പി കുറവാണ്. ഗ്യാസിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. സോ ഗ്യാസ് പാർട്ടിക്കിളിൽ ഡിസോർഡർ കൂടുതലാണ്, എൻട്രോപ്പി കൂടുതലാണ്. ക്ലിയർ അല്ലേ? റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ സോളിഡ് ലിക്വിഡ് ഫേസ് ട്രാൻസിഷൻ, ലിക്വിഡ് ഗ്യാസ് ഫേസ് ട്രാൻസിഷൻ, സോളിഡ് ഗ്യാസ് ഫേസ് ട്രാൻസിഷൻ, ഇങ്ങനെ ഫേസ് ട്രാൻസിഷൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. പ്രീവിയസ് നീറ്റ് എക്സാം ചോദിച്ചിട്ട്. ഇനി ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ ഐസോതെർമൽ പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്താണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജിക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു പോകാം നമുക്ക്. എന്താണ് ഗിബ്സ് എനർജി? ഗിബ്സ് എനർജി ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക്. മാക്സിമം എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്കാണ് ഗിബ്സ് എനർജി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും. ഗിബ്സ് എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും. ഗിബ്സ് എനർജി ഡെൽറ്റ ജിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അറിയാലോ, ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? യെസ്. ദെൻ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി 0 ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഗിബ്സ് എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയും തമ്മിലുള്ള ബന്ധം ഡെൽറ്റ ജി 0 ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഇനി ഗിബ്സ് എനർജി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചും സ്റ്റാൻഡേർഡ് ഇ എം എഫ് നമ്മളെ ബന്ധം എന്താ? ഡെൽറ്റ ജി 0 ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ 0 സെൽ. ഇത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പഠിച്ചതാ. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് ഗിബ്സ് എനർജിയുടെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഗിബ്സ് എനർജി ദ മാക്സിമം എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജിയുടെ വാല്യൂ ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ ഗിബ്സ് എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും കൂടെ കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഫോർ എ വെരി സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഈ യൂണിവേഴ്സിൽ സ്വാഭാവികമായിട്ട് എന്ത് നടന്നാലും, എന്ത് സ്പോണ്ടേനിയസ് പ്രോസസ് നടന്നാലും യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്. Entropy of the universe always increases during a very spontaneous process. എന്ത് സ്പോണ്ടേനിയസ് പ്രോസസ് നടന്നാലും യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? എന്താ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? 0 കെൽവിനിൽ, ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എൻട്രോപ്പി 0 ആയിരിക്കും. പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ഡിസോർഡർ ഉണ്ടാവില്ലല്ലോ. സോ ഡിസോർഡറിൻ്റെ മെഷർമെൻറ്റ് എൻട്രോപ്പി 0 ആയിരിക്കും. ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
absolute zero temperature ഒരു perfectly crystalline solid entropy 0 ആയിരിക്കും. ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇക്കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കുക. നമുക്ക് 2023 കഴിഞ്ഞ വർഷം 2023 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം ചെയ്യാം. ഈ ചോദ്യം കണ്ട ഉടൻ നിങ്ങൾ ആൻസർ പറയണം, ടിക്ക് ചെയ്യണം, ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ പറയണം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഓപ്ഷൻസ്, ശരിയായ ഓപ്ഷൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണം. സോ ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, extensive property, intensive property, reversible process, irreversible process, thermodynamic equilibrium, heat capacity, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നിങ്ങൾ വർക്ക് കാണുന്ന ഇക്വേഷൻ, തെർമോഡൈനാമിക് പ്രോസസ്സ്, ഫസ്റ്റ് ലോ, ആ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ദെൻ നിങ്ങൾ തെർമോകെമിസ്ട്രിയിലേക്ക് വരും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ആ ഭാഗമൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, ഇക്വേഷൻസ് മനസ്സിലാക്കുക. ദെൻ എൻട്രോപ്പി, ഗിബ്സ് എനർജി, സ്പോണ്ടേനിറ്റി, ആ ഭാഗം കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? സോ തറവായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റാണ്. ആകെ 21 ചാപ്റ്ററേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ അല്ലേ? സോ എല്ലാ ചാപ്റ്ററും ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ ചാപ്റ്ററും കൃത്യമായിട്ട് പഠിക്കുക, തെർമോഡൈനാമിക്സും കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? സോ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ തിയറി കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ച ആൾക്കാരായിരിക്കും ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും, വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഓൾറെഡി ചാപ്റ്റർ പഠിച്ചായിരിക്കും. സോ നിങ്ങൾ കൃത്യമായിട്ട് ചാപ്റ്റർ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തതിനു ശേഷം, തിയറി പാർട്ടുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത ശേഷം പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമും നിങ്ങളുടെ മെൻറ്ററിനകത്തുള്ള, നിങ്ങളുടെ മെറ്റീരിയലിനകത്തുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് among the following option is correct relation between change in enthalpy and change in internal energy? ഇതാണ് 2023 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ചും അതേപോലെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്. നമ്മൾ വളരെ കൃത്യവും വ്യക്തമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു പ്ലസ് delta NGRT, where delta NG is the number of moles of gaseous productive minus number of moles of gaseous reactant. gaseous productive number of moles നിന്ന് gaseous reactantകളുടെ number of moles കുറച്ചാൽ delta NG കിട്ടും. സോ ഇതാണ് enthalpy change delta H ഉം internal energy change delta U തമ്മിലുള്ള ബന്ധം. സോ ഏതാ ഓപ്ഷൻ വരുക? delta H is equal to delta U plus delta NGRT. ഇത് ടിക്ക് ഇട്ടാൽ 2023 നീറ്റ് എക്സാമിൻ്റെ ആൻസർ കിട്ടി. സോ ഇതാണ് 2023 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ തിയറി പാർട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2020 ചോദിച്ച ചോദ്യം. എല്ലാവരും ആൻസർ പറയണേ. എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം. The correct option for free expansion, the correct option for free expansion of ideal gas under adiabatic condition. The correct option for free expansion of an ideal gas under adiabatic condition. Option A നോക്ക്. Q less than 0, delta T is equal to 0, W equal to 0. Option B, Q greater than 0, delta T greater than 0, W greater than 0. Then Q is equal to 0, delta, this equal A, option A, option B, option C, option D. Q is equal to 0, delta T is equal to 0, W is equal to 0. Option D, Q is equal to 0, delta T less than 0, W greater than 0. എല്ലാവരും ആൻസർ പറയണ്ടേ? ചാറ്റ് ബോക്സിൽ ആൻസർ പറയൂ. അനിക്കറ്റ് ജയ്സ്വാൾ, ഹിബ ഫാത്തിമ, സിറാജ്, മുഹമ്മദ് ഷഹദ്, ഹന്ന, ഡേവിഡ്, അഖിൽ, നന്ദന ഹായ്. ഓക്കെ. സോ എല്ലാവരും ആൻസർ പറഞ്ഞേ. സോ നോക്കടാ, ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സാണ് വളരെ കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. അഡിയബാറ്റിക് പ്രോസസ്സാണ്, അഡിയബാറ്റിക് കണ്ടീഷനാണ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ്? എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ Q0, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോകുന്നില്ല, സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പോകുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണെങ്കിൽ അതാണ് അഡിയബാറ്റിക് കണ്ടീഷൻ. സോ അഡിയബാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആണ്. വളരെ സിമ്പിളായിട്ട് പറയാം. അഡിയബാറ്റിക് ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യൂല,
സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോകില്ല, സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരില്ല. അഡിയാബാറ്റിക് ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ Q0 ആയിരിക്കും ഡയറക്റ്റ് ആൻസർ. ഇത് നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് എന്താ വരിക 0 ആണ്. കാരണം വർക്ക് W = ± P external × dV ആണ്. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ P external 0 ആയിരിക്കും, വർക്ക് 0 ആയിരിക്കും. ഓൾറെഡി വർക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് 0 ആണ് വരിക. ഇനി ഡെൽറ്റ ടീൻ്റെ കാര്യത്തിലാണ് ഇനി കൺഫ്യൂഷൻ വരിക. ഡെൽറ്റ ടീൻ്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ വരിക. ഇവിടെ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചാലേ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ U = Q + W ആണ്. പഠിച്ചാലേ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ U = Q + W ആണ്. ഇവിടെ അഡിയാബാറ്റിക് ആയതുകൊണ്ട് Q0 ആണ്, ഫ്രീ എക്സ്പാൻഷൻ ആയതുകൊണ്ട് വർക്ക് 0 ആണ്. സോ ഡെൽറ്റ U = എന്താ വരിക 0 ആണ് വരിക. പഠിച്ചിട്ടില്ലേ? ക്ലാസ് പറഞ്ഞല്ലേ? ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ വളരെ വ്യക്തവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്റേണൽ എനർജി എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇന്റേണൽ എനർജി ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയിരിക്കും. കാരണം ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇന്റേണൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. സോ കൃത്യമായിട്ട് പഠിച്ച ആൻസർ കിട്ടൂലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതും 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. ഒറ്റ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകും. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹീറ്റ് കൊടുക്കണം. കഴിഞ്ഞ് ആൻസർ പറഞ്ഞോ. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകും. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹീറ്റ് കൊടുക്കണം. സോ ആൻസർ പറഞ്ഞോ. ഫോർ ദി റിയാക്ഷൻ 2 chlorine gas gives Cl2 gas. For the reaction 2 chlorine gas gives Cl2 gas. The correct option is ഇവിടെ നോക്കടാ, 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ Cl2 ആയിട്ട് മാറുന്നേ? യെസ്, നോക്കടാ, ഒരു ക്ലോറിൻ ആറ്റം 2 ക്ലോറിൻ ആറ്റം 2 ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് ഫോം ചെയ്താലല്ലേ Cl2 കിട്ടുക? യെസ്, 2 ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് ഫോം ചെയ്താലാണ് Cl2 കിട്ടുക. 2 ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് ഫോം ചെയ്താലാണ് Cl2 കിട്ടുക. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുക മീൻസ് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, <0 ആണ്. സോ ഡെൽറ്റ എച്ച് <0 പറയാം. ക്ലിയർ അല്ലേ? 2 Cl ഗ്യാസ് ഗിവ് Cl2. 2 Cl ബോണ്ട് ഫോം ചെയ്താലാണ് Cl2 ആയിട്ട് മാറുക. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും, ഹീറ്റ് റിലീസ് ചെയ്യും. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് <0. ഇനി നോക്കടാ, എൻട്രോപ്പി നോക്കടാ. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? 2 ഗ്യാസ് ഉണ്ട്. 2 Cl ഗ്യാസ്, 2 Cl ഗ്യാസ്. ഇവിടെ ഒരൊറ്റ Cl2 ഉള്ളൂ അല്ലേ? Cl2 മീൻസ് ഒരു Cl2. സോ 2 Cl ഗ്യാസ് ഒരു Cl2 ഗ്യാസ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ 2 ഗ്യാസ് പാർട്ടിക്കിൾ ഒരു ഗ്യാസ് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു. 2 ഗ്യാസ് പാർട്ടിക്കിൾ ഒരു ഗ്യാസ് പാർട്ടിക്കിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുന്നല്ലേ? നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറഞ്ഞാൽ ഡിസോർഡർ കുറയൂലേ? ഡിസോർഡർ കുറഞ്ഞാൽ ഡിസോർഡറിൻ്റെ മെഷർമെൻ്റ് ആയിട്ടുള്ള എൻട്രോപ്പി കുറയൂലേ? എൻട്രോപ്പി കുറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി <0 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കൂടുതലൊന്നുമില്ല. തിയറി അറിയാമെങ്കിൽ 2020 ആൻസർ കിട്ടും. 2 Cl ഗ്യാസ് ബോണ്ട് ഫോം ചെയ്താലാണ് Cl2 കിട്ടുക. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും, ഡെൽറ്റ എച്ച് നെഗറ്റീവ്. 2 Cl ഗ്യാസ് ഒരു Cl2 ആയിട്ട് മാറുന്നു. 2 ഗ്യാസ് പാർട്ടിക്കിൾ ഒരു ഗ്യാസ് പാർട്ടിക്കിൾ ആയി മാറുന്നു. നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുന്നു. നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുമ്പോൾ ഡിസോർഡർ കുറയും. ഡിസോർഡർ കുറയുമ്പോൾ എൻട്രോപ്പി കുറയും. സോ ഡെൽറ്റ എസ് ഓൾസോ <0. അടുത്ത 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും ആൻസർ പറയാം. 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും ആൻസർ പറയാം. എന്താ ചോദ്യം? അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ എ ഗ്യാസ് അറ്റ് 300 Kelvin expands from 0.1 liter to 0.25 liter against a
constant external pressure P external against a constant external pressure 2 bar the work done by the gas work done by so നിങ്ങൾക്ക് ഓപ്ഷൻ എയും ബട്ട സിയും ബട്ട ഡിയും ബട്ട കാരണം എന്താ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് അല്ലെങ്കിൽ എക്സ്പാൻസ് നോക്കടാ എക്സ്പാൻസ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അറിയാലോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കൂലേ പഠിച്ചല്ലേ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും സോ ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ വർക്ക് നെഗറ്റീവ് ആയിരിക്കും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഡയറക്റ്റ് അടിക്കാൻ പറ്റും ക്ലിയർ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം സോ W is equal to against a constant external pressure ആണ് സോ irreversible process ആണ് വർക്ക് ഡൺ ബൈ isothermal irreversible process W is equal to plus or minus P external into dV ആണ് സോ ഇവിടെ പ്ലസോ മൈനസോ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും അല്ലേ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് സോ നെഗറ്റീവ് P external into dV മൈനസ് എക്സ്റ്റേണൽ പ്രഷർ എത്രയാ തന്നിട്ടുണ്ട് 2 bar ആണ് 2 bar ആണ് ഇൻറ്റു dV എന്ന് പറഞ്ഞാൽ എത്രയാ ചേഞ്ച് ഇൻ വോളിയം 0.1 നിന്ന് 0.25 വോളിയം ഇൻക്രീസ് ചെയ്തത് എക്സ്പാൻഡ് ചെയ്യുന്നത് സോ ചേഞ്ച് ഇൻ വോളിയം എത്രയായിരിക്കും 0.25 മൈനസ് 0.1 ഇറ്റ് ഈസ് 0.15 കിട്ടും 0.15 ക്ലിയർലേ ലിറ്റർ കിട്ടും ലിറ്റർ സോ 2 into 0.15 മീൻസ് 0.3 സോ മൈനസ് 0.3 ഇവിടെ ലിറ്ററും ഉണ്ട് ബാറും ഉണ്ട് ലിറ്റർ ബാർ ഇവിടെ നോക്കടാ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂളാണ് 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂളാണ് സോ 0.3 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് 0.3 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ 100 ജൂൾ സോ മൈനസ് 0.3 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് 0.3 ഇൻറ്റു 100 അല്ലെങ്കിൽ മൈനസ് 30 ജൂൾ എന്ന് കിട്ടും സോ സിമ്പിൾ സോ ഇത് ഡയറക്റ്റ് ആൻസർ ആണ് നിങ്ങൾക്ക് സൈൻ കൺവേർഷൻ അറിയാമെങ്കിൽ ആൻസർ പറയാൻ വേണ്ടി സാധിക്കും അത്രയേ ഉള്ളൂ ക്ലിയർലേ വർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചാണ് ഡയറക്റ്റ് ആൻസർ ചെയ്യുക ടിക്ക് ഇടുക അടുത്ത സെയിം ക്വസ്റ്റ്യൻ 2019 ചോദിച്ച ചോദ്യം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ 2020 നിങ്ങൾ കണ്ടതാണ് 2020 നിങ്ങൾ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ് 2019 ടൈപ്പ് ചോദിച്ചത് നോക്കി ഇൻ വിച്ച് കേസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് നെഗറ്റീവ് ഏത് കേസിലാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആകുന്നത് ഏത് കേസിലാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആകുന്നത് നോക്കടാ 2 ഹൈഡ്രജൻ ഗ്യാസ് നോക്ക് 2H ഗ്യാസ് ഗിവ്സ് H2 ഗ്യാസ് H2 മീൻസ് 1H2 അല്ലേ H2 മീൻസ് 1H2 സോ 2H 1H2 ആയിട്ട് മാറുന്നു 2 ഹൈഡ്രജൻ ഗ്യാസ് 1H2 ഗ്യാസ് ആയിട്ട് മാറുന്നു 2 ഗ്യാസ് പാർട്ടിക്കിൾ 1 ഗ്യാസ് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു സോ നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുന്നു നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുമ്പോൾ ഡിസോർഡർ കുറയുമ്പോൾ എൻട്രോപ്പി കുറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആയിരിക്കും സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ 2 ഗ്യാസ് പാർട്ടിക്കിൾ നോക്കടാ 2H gas gives H2 gas H2 means 1H2 ആണ് സോ 2H ഗ്യാസ് 1H2 ഗ്യാസ് ആയിട്ട് മാറുന്നു സോ 2 ഗ്യാസ് പാർട്ടിക്കിൾ 1 ഗ്യാസ് പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറയുന്നു നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ കുറഞ്ഞാൽ ഡിസോർഡർ കുറഞ്ഞാൽ എൻട്രോപ്പി കുറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആയിരിക്കും ക്ലിയർലേ സോ ഇതാണ് 2019 നീറ്റ് എക്സാം നോക്ക് 2019 2 നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ആ രണ്ടും വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ ഇത് 10⁵ ആണേ ഇത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇതാണ് 2019 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോ നിങ്ങൾക്ക് കാണാം തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് സോ കൃത്യമായിട്ട് തിയറി പഠിച്ചു പോവുക കൃത്യമായിട്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്യുക കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് So an ideal gas expands isothermally from 10⁻³ meter cube to 10⁻² meter cube at 300 Kelvin against a constant pressure 10⁵ Newton per meter square. The work done on the gas ആണ് ചോദിച്ചത് work done on the gas. So work done on the gas ആണെങ്കിൽ work done on the gas ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കൂലേ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും W is equal to plus or minus P external into dV ആണ് ഇവിടെ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ആണ് വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും സോ W is equal to
പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ആണ്. ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ എത്രയാ? ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വോളിയം ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. 10⁻² മൈനസ് 10⁻³ നോക്കടാ. 10⁵ ഇൻറ്റു 10⁻² എത്രയാ? 10⁻³ ആണ്. 10⁵ ഇൻറ്റു 10⁻³ എത്രയാ? 10⁻² ആണ്. അതായത് 1000-ൽ നിന്ന് നിങ്ങൾ എത്ര കുറക്കുക? 100 കുറക്കുക, 900 കിട്ടും. സോ ഇത്ര സിമ്പിളാണ്. ക്ലിയർ അല്ലേ? സോ കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് ഇക്വേഷൻസ് പഠിച്ച് കൃത്യമായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് പഠിച്ചു പോയ ആൾക്കാരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാൻ വേണ്ടി സാധിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് തെർമോ കെമിസ്ട്രി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഏത് വർഷം? 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഓഫ് x2, y2 ആൻഡ് xy ആർ ഇൻ ദ റേഷ്യോ 1:0.5:1. x2ൻ്റെയും y2ൻ്റെയും xyൻ്റെയും ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ റേഷ്യോ 1:0.5:1 ആണ്. The enthalpy of formation of xy is -200 kilojoule per mole. The bond dissociation energy of x2 will be. അതായത് x2ൻ്റെയും y2ൻ്റെയും അതേപോലെ xyയുടെയും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിൻ്റെ ഓർഡർ 1:0.5:1 ആണ്. അങ്ങനെയാണെങ്കിൽ x2ൻ്റെ ബോണ്ട് എൻതാൽപ്പി ഞാൻ x ആക്കി എടുത്ത്. അങ്ങനെ y2ൻ്റെ എത്രയായിരിക്കും? 0.5 പകുതി x/2. xyൻ്റെ ബോണ്ട് എൻതാൽപ്പി എത്രയായിരിക്കും? നോക്കടാ. x2ൻ്റെയും y2ൻ്റെയും xyൻ്റെയും ബോണ്ട് എൻതാൽപ്പിൻ്റെ റേഷ്യോ 1:0.5:1. സോ x2ൻ്റെ 1 ആണെങ്കിൽ xyൻ്റെ എത്ര തന്നെയായിരിക്കും? 1. സോ x2ൻ്റെ x ആണെങ്കിൽ xyൻ്റെ എത്രയായിരിക്കും? x തന്നെ. ക്ലിയർ അല്ലേ? x2ൻ്റെയും y2ൻ്റെയും xyൻ്റെയും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിൻ്റെ റേഷ്യോ 1:0.5:1 ആണ്. സോ x2ൻ്റെ x ആണെങ്കിൽ y2ൻ്റെ 0.5 പകുതി x/2. xyന് അഗെയിൻ 1. സോ x ആയിട്ട് വരും. ക്ലിയർ അല്ലേ? സോ നോക്കടാ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നിങ്ങൾ നോക്കടാ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് xy തന്നിക്ക്. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു മോൾ കോമ്പൗണ്ട്, ശ്രദ്ധിക്കണേ, ഒരു മോൾ കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഒരു മോൾ കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ ഫോം ചെയ്തോ. ഒരു മോൾ XY അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ആയിട്ടുള്ള x2-ൽ നിന്നും y2-ൽ നിന്നും ഫോം ചെയ്തോ. സോ ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും റൈറ്റ് സൈഡിൽ 2 കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ എപ്പോഴും 1 തന്നെയായിരിക്കണം. റൈറ്റ് സൈഡിൽ ബാലൻസ് ചെയ്ത്. സോ ഇവിടെ ഹാഫ് x2 കൊടുക്കണം, ഹാഫ് y2 കൊടുക്കണം. സോ ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് xy. ഒരു മോൾ xy അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ആയിട്ടുള്ള x-ൽ നിന്നും y-ൽ നിന്നും ഫോം ചെയ്യുമ്പോണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നെയാണ്. എടാ ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നെയല്ലേ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും സെയിമാ. കാരണം ഈ റിയാക്ഷനകത്ത് ഒരു മോൾ കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുകയാണ്. ഒരു മോൾ കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും സെയിം ആണ്. നിങ്ങൾക്ക് എന്തറിയാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. റിയാക്റ്റന്റിന്റെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റിന്റെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. പഠിച്ചില്ലേ? റിയാക്റ്റന്റുകളുടെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റുകളുടെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ഇവിടെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും സെയിം ആണ്. അതിന്റെ വാല്യൂ -200 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. ആരൊക്കെയാണ് റിയാക്റ്റന്റ്? ഹാഫ് x2 ഹാഫ് y2. സോ ഇതിന്റെ ബോണ്ട് എൻതാൽപ്പി കൂട്ടിക്കോ. x2ന്റെ ബോണ്ട് എൻതാൽപ്പി x ആണ്. സോ ഹാഫ് x2ന്റെ ബോണ്ട് എൻതാൽപ്പി എത്രയായിരിക്കും? ഹാഫ് x അല്ലെങ്കിൽ x/2 ആയിരിക്കും. ആയിക്കോളെ. x2ന്റെ ബോണ്ട് എൻതാൽപ്പി x ആക്കി ഞാൻ കൺസിഡർ ചെയ്ത്. സോ ഹാഫ് x2ന്റെ ബോണ്ട് എൻതാൽപ്പി എത്രയായിരിക്കും? x/2 ആയിരിക്കും. നോക്കടാ. y2ന്റെ ബോണ്ട് എൻതാൽപ്പി x/2 ആ. സോ ഹാഫ് y2ന്റെ ബോണ്ട് എൻതാൽപ്പി എത്രയായിരിക്കും? x/4. ഇതാണ് റിയാക്റ്റന്റിന്റെ ടോട്ടൽ ബോണ്ട് എൻതാൽപ്പി. ഹാഫ് x2ന്റെ ബോണ്ട് എൻതാൽപ്പി x ആണെങ്കിൽ ഹാഫ് x2ന്റെ ബോണ്ട് എൻതാൽപ്പി x/2. y2ന്റെ ബോണ്ട് എൻതാൽപ്പി x/2 ആണെങ്കിൽ ഹാഫ് y2ന്റെ ബോണ്ട് എൻതാൽപ്പി ഹാഫ് ഇൻറ്റു x/2 x/4 വരും. മൈനസ്
റിയാക്റ്റന്റിന്റെ ബോണ്ട് എന്താൽപ്പി മൈനസ് പ്രൊഡക്റ്റിന്റെ ബോണ്ട് എന്താൽപ്പി. ഇവിടെ പ്രൊഡക്റ്റ് ആരാ? പ്രൊഡക്റ്റ് എക്സ് വൈ ആ. എക്സ് വൈന്റെ ബോണ്ട് എന്താൽപ്പി എത്രയാ? എക്സ് ആണ്. ഇങ്ങനെ വരും. സോ -200 ഈസ് ഈക്വൽ ടു എവിടെ നിങ്ങൾക്ക് 4 കൊടുത്താൽ 2 3x പ്ലസ് 3x/4 പ്ലസ് x/4 2x/4 പ്ലസ് x/4 3x/4 3x/4 മൈനസ് എക്സ്. എക്സ് നമുക്ക് 4x/x എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? സോ -200 ഈസ് ഈക്വൽ ടു 3x മൈനസ് 4x മൈനസ് x/4 വരും. സോ മൈനസും മൈനസും പോയി. എക്സ് ഈസ് ഈക്വൽ ടു 4 × 200 800 വരും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. തിയറി പാർട്ട് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. എന്താ ഞാൻ അധികം പറഞ്ഞേ? ഒന്നും അധികം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് x2ൻ്റെയും y2ൻ്റെയും xyൻ്റെയും ബോണ്ട് എന്താൽപ്പിൻ്റെ റേഷ്യോ 1:0.5:1 നമുക്ക്. അതായത് ഞാൻ x2ൻ്റെ ബോണ്ട് എന്താൽപ്പി x ആക്കി എടുത്ത്. അപ്പോൾ y2ൻ്റെ എത്ര വരും? 1.5. 1ൻ്റെ പകുതിയാണ് 0.5. സോ x/2 വരും. xyൻ്റെ 1 തന്നെ. സോ x തന്നെ വരും. സോ നിങ്ങൾ റിയാക്ഷൻ എഴുതി. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റിൻ്റെ ബോണ്ട് എന്താൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെ ബോണ്ട് എന്താൽപ്പി കുറച്ചാൽ മതി. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് തിയറി ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇക്വേഷൻസും കാര്യങ്ങളും കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് തറവാക്കുക. ദെൻ നിങ്ങൾ എക്സാമിലേക്ക് പോവുക. ക്ലിയർ അല്ലേ? സോ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക. ബൈ ബൈ, ഗുഡ് നൈറ്റ്.